നമസ്കാരം. കാവോഷാനും അയാൾക്കൊപ്പമുള്ള ആളുകളും അവിടുന്ന് ഓടി ഒളിച്ചതും മാർക്ക് ഫെല്ലർ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് നേരെ തിരിഞ്ഞു. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് അടുത്തെത്തിയ മാർക്ക് ഫെല്ലർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, ഓൾ മാസ്റ്റർ, നമുക്ക് ന്യൂസ് സെലസിലേക്ക് പോവാം. മാർക്ക് ഫെല്ലർ ചോദിച്ച ചോദ്യം കേട്ടതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അതിനുശേഷം അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഈ ചോദ്യം എന്നോട് ചോദിച്ചത് നിനക്ക് ഷാൻഹായിയെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മൂത്ത മകനായ ഷാൻഹായിയെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും മാർക്ക് ഫെല്ലർ ആ വാചകം സെബാസ്റ്റ്യനോട് പറയുമായിരുന്നില്ല. സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്ക് അത്ഭുതത്തോടെ ഓൾഡ് മാസ്റ്റർ മുഖത്തേക്ക് നിന്ന് നോക്കുകയാണ്. മാർക്കിന്റെ മുഖത്തെ അമ്പരപ്പ് കണ്ട സെബാസ്റ്റ്യൻ അല്പനേരം കൂടി നിശബ്ദനായി നിന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഷാൻഹായ് അവന് നേരെ വരുന്ന സകല തടസ്സങ്ങളെയും നേരത്തെ കൂട്ടി കാണുന്ന ആളാണ്. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ എമിലി ഒന്ന് വിളിച്ചു നോക്ക്. സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞത് കേട്ടതും മാർക്ക് ഫോൺ കയ്യിലെടുത്തു. അവൻ എമിലി ബ്ലാക്കിനെ വിളിക്കാനായി ആ ഫോണ് ഒന്ന് ഓൺ ആക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു മെസ്സേജാണ്. എമിലി മാർക്കിന് അയച്ചിരിക്കുന്ന മെസ്സേജ് അപ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്ക് കാണുന്നത്. മാർക്ക്, ഒരു കാരണവശാലും ഇവിടേക്ക് വരരുത്, നീ സുരക്ഷിതനായിരിക്കുക. ആ മെസ്സേജ് കണ്ട മാർക്കിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. മാർക്ക് ഉടൻ തന്നെ എമിലിയെ വിളിച്ചു. ഫോണ് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിങ് തീർന്നിട്ടും ഫോൺ ആരും എടുത്തില്ല. മാർക്ക് വീണ്ടും വിളിച്ചു, അപ്പോഴും ആരും എടുത്തില്ല. മാർക്ക് തുടർച്ചയായി വിളിക്കുകയാണ്. അഞ്ചാമത്തെ തവണ മാർക്ക് വിളിച്ചതും ആരോ ഫോൺ എടുത്തു. ഫോൺ അറ്റൻഡ് ചെയ്തു മനസ്സിലായതും മാർക്ക് ഉറക്കെ പറഞ്ഞു, എമിലി, ഞാൻ മാർക്കാണ്. മാർക്ക് അത്രയും പറയുമ്പോൾ മറുഭാഗത്തുനിന്ന് പരിചയമില്ലാത്ത ഒരു ശബ്ദം മാർക്ക് കേട്ടു. മാർക്ക്, ഞാൻ എമിലിയുടെ ആയയാണ്. ഏയ്, എമിലി അടുത്തുണ്ടോ? മാർക്കിനെ എമിലിയോട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല. അതെന്താ? മാർക്ക്, മിസ് ബ്ലാക്ക് ഇപ്പോൾ ഹൗസ് അറസ്റ്റിലാണ്. ഹൗസ് അറസ്റ്റിലോ? അതെ മാർക്ക്, എമിലിയെ തടവിലിട്ടിരിക്കുകയാണ്. എമിലിക്ക് ആരുമായും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. മിസ് ബ്ലാക്ക് എന്നോട് മാർക്കിനോട് പറയാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മാർക്ക് സുരക്ഷിതനായിരിക്കാനും ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാനുമാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത്രയും ആ ലേഡി പറഞ്ഞതും മാർക്ക് അവരോട് പറഞ്ഞു, ഹലോ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ പറയുന്ന മെസ്സേജ് നിങ്ങൾ അതുപോലെ എമിലിയോട് പറയണം. പറയാമോ? മാർക്ക്, ഉറപ്പായി ഞാൻ പറയാം. നിങ്ങൾ പറയൂ. നിങ്ങൾ എമിലിയോട് പറയണം ഓൾഡ് മാസ്റ്റർ സുരക്ഷിതനാണെന്ന്. അതുപോലെ നിങ്ങൾ എമിലിയോട് ഒരു കാര്യം കൂടെ പറയണം. ഞാൻ ഉറപ്പായും അവിടെ ന്യൂസ് സെലസിലെത്തി ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് എമിലി രക്ഷിക്കുമെന്ന്. അത്രയും മാർക്ക് ഫെല്ലർ പറഞ്ഞതും ആ ആയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഉറപ്പായും ഞാൻ അങ്ങനെ പറയാം. മാർക്കിനോട് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്ത ആ ലേഡി ഓടി എമിലിയുടെ അടുത്തെത്തി. അവൾ എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ഞാൻ മാർക്കിനോട് സംസാരിച്ചു. മാർക്ക് സുരക്ഷിതനായിരിക്കുന്നു, അതുപോലെ ഓൾഡ് മാസ്റ്ററും. അവൾ അത്രയും പറഞ്ഞതും പെട്ടെന്ന് ഒരു ശബ്ദം, ഏയ്! ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിയുമ്പോൾ അവളുടെ തൊട്ടുപുറകിൽ ഷാൻഹായ് നിൽക്കുകയാണ്. ഷാൻഹായെ കണ്ട് വിറച്ചുപോയ ആ സ്ത്രീ തൊഴുകയോടെ ഷാൻഹായോട് പറഞ്ഞു, മിസ്റ്റർ ബ്ലാക്ക്, ഞാൻ എന്ന പദം അവര് പൂർത്തീകരിക്കും മുമ്പ് ഷാൻഹായുടെ കൈ അവരുടെ തലയിൽ പതിച്ചു. ശരിക്കും അതിശക്തനായ ഷാൻഹായി കൈ നിവർത്തി ഒരൊറ്റ അടി. ആ അടിയിൽ ആ സ്ത്രീയുടെ തല അങ്ങ് ചിതറുകയാണ്. ആ മുറിയിൽ വേറെയും ജോലിക്കാരുണ്ടായിരുന്നു. ആ ജോലിക്കാരും ആ കാഴ്ച കണ്ടു. ഒറ്റയടിക്ക് ഷാൻഹായി എമിലി ബ്ലാക്കിന്റെ ആ സഹായിയെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. തല ചിതറി ആ ലേഡി താഴേക്ക് വീഴുമ്പോൾ കസേരയിൽ ഇരിക്കുന്ന എമിലി ബ്ലാക്ക് ചാടി എണീറ്റു. ഷാൻഹായി, നിങ്ങൾ എന്തായി ചെയ്താൽ? എമിലി, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു ഒരു തരത്തിലും ആരുമായി കോണ്ടാക്ട് ചെയ്യരുത്. ഏയ് ഷാൻഹായി, നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കിനി ഒന്നുമില്ല. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എമിലി, ഞാൻ ഇപ്പോഴും നിനക്ക് ഒരു വാക്ക് തരികയാണ്. നീ ആ മാർക്കിനെ മറന്നിട്ട് വിൽമൗണ്ടിനെ വിവാഹം കഴിച്ചാൽ നിനക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നിനക്ക് മാർക്കിന് നഷ്ടപ്പെടില്ല. രണ്ട്, നിനക്ക് നിന്റെ അധികാരങ്ങളൊക്കെ തിരിച്ചു കിട്ടും. അങ്ങനെ ഷാൻഹായ് പറഞ്ഞതും
എമിലി ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി, നിങ്ങളുടെ ഈ വാക്കുകൾ ഇനിയും ഞാൻ വിശ്വസിക്കണമെന്നാണോ? അങ്ങനെ എമിലി പറഞ്ഞതും ഷാൻഹായി എമിലിയുടെ തൊട്ടടുത്തെത്തി. ശബ്ദം താഴ്ത്തി ഷാൻഹായി എമിലിയുടെ ചെവിയിലോട്ട് പറഞ്ഞു, എമിലി, നിനക്ക് നിന്റെ മുത്തച്ഛനെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കും. ഷാൻഹായിയുടെ പിതാവ് സാക്ഷാൽ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ജീവിച്ചിരിക്കുന്നുവെന്ന് ഷാൻഹായിക്ക് അറിയാമെന്ന് അയാൾ ഇതാ എമിലിയോട് സമ്മതിക്കുകയാണ്. എമിലി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷാൻഹായിയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ വിശ്വസിക്കണമല്ലേ? സ്വന്തം അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്ന് നിങ്ങളെ ഞാൻ വിശ്വസിക്കണമല്ലേ? നിങ്ങളെ ഒരു കാരണവശാലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളെ എനിക്ക് കാണണ്ട, നിങ്ങൾ പുറത്തു പോകും. ഷാൻഹായി എമിലി ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് എമിലിയോട് പറഞ്ഞു, എമിലി, നീ എന്തൊക്കെ ബഹളമുണ്ടാക്കിയാലും ഞാൻ പറയുന്നതേ നടക്കൂ. നീ വിൽമൗണ്ടിനെ വിവാഹം കഴിക്കും, അതിനകത്ത് ഒരു സംശയമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് എമിലി ബ്ലാക്കിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ അയാൾ പുറത്തിറങ്ങും മുമ്പ് അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇനി ഒരിക്കൽ കൂടി എമിലി ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്നതായി ഞാൻ കണ്ടാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ കൊല്ലും. ഷാൻഹായി അത് പറയുമ്പോൾ അയാൾ അത് ചെയ്യുമെന്ന് 100% ഉറപ്പാണ്. ഷാൻഹായി പറയുന്ന കാര്യം അയാൾ ചെയ്യുമെന്ന് അയാളുടെ ബോഡി ലാംഗ്വേജ് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ മുറിയിലുള്ള മുഴുവൻ ആളുകളും തലകുലിച്ച് നിൽക്കുകയാണ്. ഭയം അതെന്താണെന്ന് അവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഷാൻഹായി ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എമിലി ബ്ലാക്കിന്റെ മുഖത്ത് ഒരു വല്ലാത്ത പുഞ്ചിരി വിരിയുകയാണ്. അവളുടെ മാർക്ക് ഫെല്ലർ ജീവിച്ചിരിപ്പുണ്ട്, അതുപോലെ അവളുടെ ഗ്രാൻഡ് ഫാദർ. ആ ഓർമ്മ അവളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ അവളുടെ മുഖത്ത് ഒരു സന്തോഷം ഇങ്ങനെ വിരിഞ്ഞു വരികയാണ്. ഇതേ സമയത്ത് മുറിക്ക് പുറത്തിറങ്ങിയ ഷാൻഹായിയുടെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി. മുറിക്ക് പുറത്തിറങ്ങിയ ഷാൻഹായി ഉടനെ അയാളുടെ ആളുകളെ വിളിച്ചിട്ട് അവർക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുക്കുകയാണ്. നോക്കേ, ആ മാർക്ക് ഫെല്ലർ എവിടെ ഉണ്ടെങ്കിലും അയാളെ കൊന്നിരിക്കണം. അതിശക്തമായ നിർദ്ദേശമാണ് ആ നിമിഷത്തിൽ ഷാൻഹായി കൊടുക്കുന്നത്. ഷാൻഹായി ഈ നിർദ്ദേശം കൊടുക്കുമ്പോൾ മാർക്ക് ഫെല്ലറോട് സെബാസ്റ്റ്യൻ ബ്ലാക്ക് അയാളുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. മാർക്ക്, എനിക്ക് ഉറപ്പാണ് ഷാൻഹായി ഈ നിമിഷം തന്നെ ഞാൻ മരിച്ച വാർത്ത സകലരെയും അറിയിക്കും. ഞാൻ മരിച്ചുവെന്ന് അയാൾ പത്രങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ലോകത്തെ മുഴുവൻ അറിയിച്ചു കഴിയുമ്പോൾ പിന്നെ എനിക്കൊരു സാധ്യതയുമില്ല. എൻ്റെ മുഖവും എൻ്റെ രൂപവും എൻ്റെ ശബ്ദവും വരെ മാറിയിരിക്കുകയാണ്. ഞാനാണ് അവൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ അവൻ സമ്മതിച്ചാലല്ലേ ലോകം സമ്മതിക്കത്തുള്ളൂ. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ഷാൻഹായിയെ കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്. ഷാൻഹായി ഇതാണ് സെബാസ്റ്റ്യൻ ബ്ലാക്ക് എന്ന് സമ്മതിക്കാത്തടത്തോളം കാലം സെബാസ്റ്റ്യൻ ബ്ലാക്ക് എന്തു പറഞ്ഞാലും ഒരു കാര്യവുമില്ല. മാർക്കിന് അപ്പോഴാണ് കഥയുടെ ആ പശ്ചാത്തലം മനസ്സിലാകുന്നത്. ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ രൂപവും ഭാവവും എല്ലാം മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഒരു പുതിയ രൂപമാണ്. ആ രൂപത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് സെബാസ്റ്റ്യൻ ബ്ലാക്ക് എന്ന് മാർക്ക് ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. അതാണ് പശ്ചാത്തലം. ഇനിയിപ്പോ എന്ത് ചെയ്യണം? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോൾ സെബാസ്റ്റ്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ നിമിഷം നമ്മൾ ഇവിടുന്ന് മാറണം. എനിക്ക് ഷാൻഹായിയെ അറിയാം, അവൻ ഇപ്പൊ തന്നെ ഇവിടേക്ക് ആളെ വിടും. സെബാസ്റ്റ്യൻ ബ്ലാക്കിനെയും മാർക്കിനെയും കൊന്നൊടുക്കാനായി ആ ഭാഗത്തേക്ക് ഉടൻ ആളെ എത്തിക്കാൻ ഷാൻഹായി ഒരു മടിയും കാണിക്കില്ല എന്ന് ഷാൻഹായിയെ നന്നായി അറിയാവുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കിന് അറിയാം. സെബാസ്റ്റ്യൻ ബ്ലാക്ക് അത് പറഞ്ഞതും മാർക്ക് സെബാസ്റ്റ്യനോട് പറഞ്ഞു, ഓൾഡ് മാസ്റ്റർ, അങ്ങനെയെങ്കിൽ നമുക്ക് പോകാൻ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലീനാണ്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലീനിലെ എൽഡറാണ് മാർക്ക്, തേർഡ് എൽഡറാണ്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലീനിലെ തേർഡ് എൽഡറായ മാർക്ക് ഫെല്ലർക്ക് ഉറപ്പായും അവിടേക്ക് ചെല്ലാൻ പറ്റും. അവിടെയുള്ള പൗലീൻ മാസ്റ്ററും ബാക്കിയുള്ള ആളുകളും മാർക്കിനെ സംരക്ഷിക്കും. ആ ഒരു ധാരണയാണ് പെട്ടെന്ന് മാർക്കിനുണ്ടായത്. മാർക്ക് അക്കാര്യം സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞതും സെബാസ്റ്റ്യൻ അത് അംഗീകരിച്ചു. മാർക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും ജിയാങ് കൂടി അതിവേഗം യാങ് സിറ്റിയിലെ എയർപോർട്ടിലേക്ക് തിരിക്കുകയാണ്. എയർപോർട്ടിലേക്ക് അവരുടെ വാഹനം മൂവ് ചെയ്ത് തുടങ്ങിയതും മാർക്ക് ജിയാങ് ഗുവിനോടും സെബാസ്റ്റ്യൻ ബ്ലാക്കിനോടായി പറഞ്ഞു, നമുക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്തൊന്ന് ഇറങ്ങണം. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എവിടേക്കാണ് പോകുന്നത്? നമുക്ക് സമയം തീരെയില്ല. ഓൾഡ് മാസ്റ്റർ, ഇവിടുന്ന് പോകും മുമ്പ് എനിക്ക് ഒരു കണക്ക് തീർക്കേണ്ടതുണ്ട്. ഓൾഡ് മാസ്റ്ററോട് അങ്ങനെ പറഞ്ഞ മാർക്ക് ജിയാങ്കുവും ഓൾഡ് മാസ്റ്ററുമായി എത്തിയത് യാങ് സിറ്റിയിലെ ആ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഓഫീസിന് മുന്നിലാണ്. മാർക്കിന്റെ വാഹനം അവിടെ നിർത്തുമ്പോൾ ആ ഓഫീസിലെ രണ്ടാമത്തെ നിലയിലെ ആ രണ്ടാമത്തെ മുറിയിൽ
ആ അസോസിയേഷന്റെ ചുമതലക്കാരനായ ജിയ ഗോങ് അയാളുടെ കയ്യിലിരിക്കുന്ന ആ 2 ഗുളികളും കയ്യിൽ വെച്ച് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അയാൾ വല്ലാത്ത സന്തോഷത്തിലാണ്. മാർക്ക് ഫെല്ലറിൽ നിന്ന് അയാൾക്ക് 2 എർത്തൻ പിൽസാണ് കിട്ടിയിരിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള 2 ഗുളികളാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. മാർഷൽ ആർട്സ് മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ ഗുളിയുടെ വിലയെക്കുറിച്ച് നല്ല ധാരണയാണ്. അയാൾക്ക് അടുത്ത ലെവലിലേക്ക് വളരാൻ അയാളെ സഹായിക്കുന്ന 2 അടിപൊളി ഗുളികളാണ് മാർക്ക് അയാൾക്ക് കൊടുത്തത്. ആ പിൽസിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഗോങ് ശബ്ദം കേട്ട് വാതിൽക്കലേക്ക് നോക്കുമ്പോൾ അയാൾ കാണുന്നത് ആ മുറിയിലേക്ക് കടന്നു വരുന്ന മാർക്ക് ഫെല്ലറെയാണ്. മാർക്കിനെ കണ്ട ഗോങ് ഞെട്ടി എണീക്കുമ്പോഴേക്കും മാർക്ക് അയാളുടെ തൊട്ടു മുന്നിലെത്തി. മാർക്ക്, നീ ചത്തില്ലേ? പെട്ടെന്ന് ഗോങ്ങിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് ആ ചോദ്യമാണ്. ആ ചോദ്യം അയാൾ ചോദിക്കുമ്പോഴേക്കും മാർക്ക് അവന്റെ കഴുത്ത് പിടിച്ചു കഴിഞ്ഞു. ഒരു കൈകൊണ്ട് ഗോങ്ങിനെ എടുത്ത് ചുവരിലേക്ക് ചേർത്ത് നിർത്തിയ മാർക്ക് അവനോട് പറഞ്ഞു, ഏയ്, ജിയാങ് ബ്ലാക്കിന് എന്താ സംഭവിച്ചേ? ജിയാങ് ബ്ലാക്കോ? അതാരാ? അവൻ ആ ചോദ്യം ചോദിച്ചു. മാർക്ക് ഇടത് കൈകൊണ്ട് ഒരു ഒറ്റ ഇടി, വലത് കൈകൊണ്ട് ഗോങ്ങിനെ ചുവരിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന മാർക്ക് ഇടത് കൈകൊണ്ട് തുരുതുര അവനെ ഇടിക്കുന്ന ശബ്ദം കേട്ട് അനവധി ആളുകൾ അവിടേക്ക് ഓടി വന്നു. ആ അസോസിയേഷനിലെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് ആ മുറിയിലേക്ക് വന്നത്. ഓടി വന്ന ആ ആളുകൾ കാണുന്നത് തികച്ചും രസകരമായ ഒരു കാഴ്ചയാണ്. അവരുടെ വൈസ് മാസ്റ്റർ സാക്ഷാൽ ജിയാങ് ഗോങ്ങിനെ ഒരാൾ ഇതാ വായുവിൽ എടുത്ത് ഉയർത്തി നിർത്തി തുരുതുര ഇടിക്കുകയാണ്. ഏയ്, എന്താ ഇത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഓടി അകത്തേക്ക് വന്നു. അവരെ കണ്ടപ്പോഴാണ് ജിയാങ് ഗോങ്ങിന് ഒരു സന്തോഷമായത്. ജിയാങ് ഗോങ്ങിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ആ ആളുകളെ കണ്ടതും മാർക്ക് ജിയാങ് ഗോങ്ങിനെ താഴെയിട്ടു. മാർക്ക് ഓടി വരുന്ന ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ ഒന്ന് നോക്കി. ഓടി വരുന്ന ആ ആളുകളെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് അവർക്ക് നേരെ ഒന്ന് തിരിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ ഓടി വന്ന ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് മനസ്സിലാക്കും മുമ്പ് മാർക്ക് അവരുടെ മുകളിലേക്ക് ഏതാണ്ട് പടർന്ന് കയറിയിരുന്നു. മാർക്കിന്റെ കൈകൾ അവരുടെ പുറത്ത് പതിഞ്ഞത് അവരറിഞ്ഞില്ലെന്ന് പറഞ്ഞ അതാണ് ശരി. അവരുടെ പുറത്ത് മാർക്കിന്റെ കൈ പതിയുമ്പോഴേക്കും അവരുടെ ബോഡി ഏതാണ്ട് തകർന്നിരുന്നു. ശരിക്കും ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന മാർക്കിന്റെ കൈ അവരുടെ തലയിലും നെഞ്ചിലുമൊക്കെ പതിയുമ്പോഴേക്ക് അവര് പൊട്ടിച്ചിതറി തുടങ്ങി. അത്രയേറെ ശക്തിയിലാണ് മാർക്ക് അവരുടെ പുറത്ത് കൈവച്ചത്. കൊല്ലപ്പെട്ടതൊക്കെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. അവിടേക്ക് ഓടി വന്ന ആ 6 ഗ്രാൻഡ് മാസ്റ്റേഴ്സും വിത്തിൻ മിനിറ്റ്സിൽ ഏതാണ്ട് കഷ്ണം കഷ്ണമായി ചിതറിക്കഴിഞ്ഞപ്പോൾ ജിയാങ് ഗോങ് വാ പൊളിച്ചങ്ങനെ നിൽക്കുകയാണ്. ആ ശൈലിയിൽ ഒരു രംഗം അയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. ജിയാങ് ഗോങ് അമ്പരന്നങ്ങനെ നിൽക്കുമ്പോൾ മാർക്ക് വീണ്ടും അവൻ്റെ അടുത്തെത്തി. മാർക്ക് അവനോട് ചോദിച്ചു, ഇവിടെ CCTV ഇല്ലേ? ആ ചോദ്യം ചോദിച്ചതും അവൻ ഉടൻ തന്നെ CCTV വിഷ്വൽസ് ഓണാക്കി. മാർക്ക് ഫെല്ലർ നേരത്തെ അവിടെ വന്ന ആ രംഗം മുതലുള്ള കാര്യങ്ങൾ അവിടെ റെക്കോർഡാണ്. ആ മുറിയിൽ വരുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു പതിവ് അസോസിയേഷനുണ്ട്. ആ രംഗങ്ങൾ കണ്ട മാർക്ക് ജിയാങ് ബ്ലാക്ക് വന്നതുപോലുള്ള രംഗങ്ങൾ ഒന്നുകൂടെ കണ്ടു തുടങ്ങി. കാവോ ഷാനും അയാൾക്കൊപ്പമുള്ള 5 ഗ്രാൻഡ് മാസ്റ്റേഴ്സും ജിയാങ് ബ്ലാക്കുമായി ഏറ്റുമുട്ടുന്നത് വ്യക്തമായി തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജിയാങ് ബ്ലാക്ക് അതിശക്തമായി അവരോട് പോരാടുന്നതും 2 പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെ ജിയാങ് ബ്ലാക്ക് കൊല്ലുന്നതൊക്കെ വളരെ വ്യക്തമായി തന്നെ പതിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ജിയാങ് ബ്ലാക്കിന് ശരിക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നതും ജിയാങ് ബ്ലാക്ക് താഴെ വിടുന്നതും വിഷ്വലുണ്ട്. പക്ഷെ ആ വിഷ്വലിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മാർക്കിന് ജിയാങ് ബ്ലാക്കിനെ കാണാൻ പറ്റുന്നില്ല. ജിയാങ് ബ്ലാക്ക് അയാൾക്കൊപ്പം ബാക്കിയുള്ള ആളുകളും വീഴുന്ന സമയത്ത് അവിടുന്ന് ഉരുളുന്നത് മാർക്ക് കൃത്യമായി കണ്ടു. ബാക്കി വിഷ്വലിൽ തറയുന്ന എണീക്കുന്ന കാവോഷാനും കൂട്ടരുമുണ്ട്. പക്ഷെ ജിയാങ് ബ്ലാക്ക് ഇല്ല. അത് കണ്ടതും മാർക്ക് ജിയാങ് ഗോങ്ങിനോട് ചോദിച്ചു, ഏയ്, ആ തറ വീണ ആള് എവിടെ പോയി? മാർക്ക്, സത്യമായിട്ടും എനിക്കറിയത്തില്ല. ഈ സംഘടന നടക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിരുന്നു. ആ മുറിക്കകത്ത് ആർക്കും നിൽക്കാൻ കഴിയാത്ത ശൈലിയിൽ അതിശക്തമായ സംഘടനമാണ് നടന്നത്. ജിയാങ് ഗോങ് അങ്ങനെ പറഞ്ഞതും മാർക്ക് കൈ നിവർത്ത് ഒരു ഇടിയിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ജിയാങ് ഗോങ്ങിന് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ അവന്റെ മുഖമടച്ച് മാർക്ക് ഇടിച്ചിരുന്നു. ആ ഇടിയേറ്റ് മുഖത്തിന്റെ പകുതി ഭാഗം ചുവരിലേക്ക് ഇടിച്ചു കയറി. ശരിക്കും വികൃതമായ മുഖത്തോടു കൂടിയാണ് ജിയാങ് ഗോങ് താഴേക്ക് വീണത്. അയാൾ മരിച്ചു എന്ന് ഉറപ്പായതും മാർക്ക് അതിവേഗം അവിടുന്ന് പുറത്തിറങ്ങി. പുറത്തേക്കിറങ്ങിയ മാർക്ക്
അയാളുടെ കയ്യിലെ ആ ബ്രോൺസ് സോഡ് വലിച്ചെടുത്ത് ഒരൊറ്റ വീശ്. മാർക്ക് ആ വാൾ ആഞ്ഞു വീശുമ്പോൾ മാർക്കിന്റെ പുറത്തുള്ള ഇന്റേണൽ എനർജി ആ കയ്യിലൂടെ വാളിലേക്ക് വന്നു കഴിഞ്ഞു. ശരിക്കും ഒരു പ്രകാശം ആ ബിൽഡിങ്ങിൽ പതിക്കുന്നതാണ് കാറിലിരിക്കുന്ന ജിയാങ് ഗുവും അതുപോലെ സെബാസ്റ്റ്യൻ ബ്ലാക്കും കാണുന്നത്. മാർക്ക് ആ ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ ആ ബിൽഡിംഗ് കത്തി തുടങ്ങി. മാർക്ക് വാഹനത്തിലേക്ക് കയറുമ്പോൾ അവർക്ക് ആ കാഴ്ച കാണാം. ആ ബിൽഡിംഗ് പൂർണ്ണമായി നിന്ന് കത്തുകയാണ്. യാങ് സിറ്റിയിലെ സകലരും അറിയുന്ന ആ മാർഷൽ ആർട്സ് അസോസിയേഷൻ ബിൽഡിംഗ് കത്തുന്നത് കണ്ടുകൊണ്ടാണ് ജിയാങ് ഗുവും സെബാസ്റ്റ്യൻ ബ്ലാക്കും മാർക്കും എയർപോർട്ടിലെത്തുന്നത്. എയർപോർട്ടിൽ അവരെത്തിയതും മാർക്ക് ജിയാങ് ഗുവിനോട് പറഞ്ഞു, ജിയാങ് ഗു, ഞങ്ങൾ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലേക്ക് പോവുകയാണ്. ജിയാങ് ഗു ചിൽഷെയറിലേക്ക് മടങ്ങിക്കൂ. യാങ് സിറ്റിയിൽ നിന്ന് ചിൽഷെയറിലേക്കുള്ള വിമാനത്തിൽ ജിയാങ് ഗുവും ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയൻ സ്ഥിതി ചെയ്യുന്ന ക്വിൻഡി സിറ്റിയിലേക്കുള്ള വിമാനത്തിൽ മാർക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും യാത്ര തിരിച്ചു. സെബാസ്റ്റ്യൻ ബ്ലാക്കും മാർക്കും ക്വിൻഡി സിറ്റിയിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്തു തുടങ്ങി. ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ആ വിമാനത്താവളത്തിലേക്ക് ചില ആളുകൾ ഓടിയെത്തി. അവർ ശേഖരിച്ച വിവരങ്ങൾ ആ നിമിഷം തന്നെ അവർ ഷാങ്ഹായിയെ അറിയിക്കുകയും ചെയ്തു. മാർക്ക് ഫെല്ലറും സെബാസ്റ്റ്യൻ ബ്ലാക്കും ക്വിൻഡി സിറ്റിയിലേക്കുള്ള വിമാനത്തിലാണ് പോയിരിക്കുന്ന വിവരമാണ് ഷാങ്ഹായി അറിയുന്നത്. ക്വിൻഡി സിറ്റിയിലേക്കാണ് അവർ പോയെന്ന് കേട്ടതും ഷാങ്ഹായിക്ക് ആ കാര്യം വ്യക്തമായി. ക്വിൻഡി സിറ്റിയിലേക്ക് മാർക്ക് പോകണമെങ്കിൽ അവന്റെ ടാർഗറ്റ് ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയൻ ആയിരിക്കും. ഷാങ്ഹായി ഉടൻ തന്നെ അയാളുടെ ആളുകളെ വിളിച്ച് കാര്യം പറഞ്ഞു. മാർക്ക് ഫെല്ലറും ആ ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കും ക്വിൻഡി സിറ്റിയിലേക്ക് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതേ ക്വിൻഡി സിറ്റിയിലേക്ക് ഷാങ്ഹായിയുടെ ആളുകൾ പല മേഖലകളിൽ നിന്നായി യാത്ര തിരിച്ചിരിക്കുകയാണ്. ക്വിൻഡി സിറ്റിയിൽ മാർക്ക് ഫെല്ലറെയും വഹിച്ചുകൊണ്ടുള്ള ആ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ ആ എയർപോർട്ടിന് പുറത്ത് ചില ആളുകൾ മാർക്കിനെ കാത്തു നിൽപ്പുണ്ട്. മാർക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അവരെ കാത്ത് ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് മാർക്കിനെയും സെബാസ്റ്റ്യൻ ബ്ലാക്കിനെയും കാണാം. മാർക്കിന് ഒപ്പമുള്ള വ്യക്തി സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആണെന്ന് ആ കൂടെയുള്ള ആളുകൾക്ക് അറിയത്തില്ല. ആ കാര്യം ഷാങ്ഹായി അവരോട് പറഞ്ഞിട്ടുമില്ല. മാർക്കും ഒരു ചെറുപ്പക്കാരൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അവരെ കാത്തു നിൽക്കുന്ന ആളുകൾ കണ്ടു. കാത്തു നിൽക്കുന്നത് പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററായ കിയാൻ ഊവറും 2 പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സുമാണ്. ആ 3-അംഗ ടീമിന്റെ ലീഡറാണ് കിയാൻ ഊവർ. മാർക്ക് ഫെല്ലർ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. കിയാൻ ഊവർ ആണെങ്കിൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിലെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ആളാണ്. അയാൾ ഒരു പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. അയാൾക്കൊപ്പമുള്ള 2 പേരും അതേപോലെ പീക്ക് ലെവലുകാരാണ്. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് നിന്ന് അവർ കടക്കുന്നത് മാർക്കസ് ലെവലിലേക്കാണ്. അവർ മാർക്കസ് ലെവലിലേക്ക് എത്തിയിട്ടില്ലെന്ന് മാത്രം. അതിശക്തരായ ആ മൂവർ സംഘം മാർക്കിനൊപ്പമുള്ള ചെറുപ്പക്കാരനും ഒരു ടാക്സിയിലേക്ക് കയറുന്ന കണ്ടു. അത് കണ്ടതും കിയാൻ ഓവർക്കൊപ്പമുള്ള ആളുകൾ കിയാനോട് ചോദിച്ചു, നമുക്ക് അവനെ തീർക്കണ്ടേ? ഈ എയർപോർട്ടിൽ വെച്ച് നമ്മളൊരു ആക്രമണം നടത്തിയാൽ അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടും. അത് വേണ്ട. ഇവൻ ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലേക്കല്ലേ പോകുന്നത്. നമുക്ക് വഴിക്ക് വെച്ച് അവനെ പിടികൂടാം. അങ്ങനെ കിയാൻ പറഞ്ഞതും ആ 3-അംഗ ടീം അവരുടെ കാറിലേക്ക് കയറി. അവർ അതിവേഗം ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലേക്ക് തിരിച്ചു. തങ്ങൾക്ക് മുന്നേ വേറെ ടീം ആ വഴിയെ പോയ വിവരം അറിയാതെ മാർക്ക് ഫെല്ലറും സെബാസ്റ്റ്യൻ ബ്ലാക്കും ടാക്സിക്കാരനോട് സംസാരിച്ചുകൊണ്ട് ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിയനിലേക്ക് യാത്ര ചെയ്യുകയാണ്. പക്ഷേ ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ മാർക്കിനും സെബാസ്റ്റ്യനും ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. എന്തോ ഒരു അപകടം വരാൻ പോകുന്നു എന്നൊരു തോന്നൽ മാർക്കിനുണ്ട്. മാർക്ക് ഫെല്ലറിനും സെബാസ്റ്റ്യൻ ബ്ലാക്കിനും ഒരുപോലെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ 2 പേരും അത് അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നില്ലെന്ന് മാത്രം. 2 പേരും പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പുറത്തേക്ക് നോക്കിയിരുന്ന അവർ 2 പേരും ഒന്ന് കുലുങ്ങി. അതിന്റെ കാരണം കാറ് പെട്ടെന്ന് ചവിട്ടി നിർത്തിയതാണ്. കാറ് ചവിട്ടി നിർത്തിയതും ബാക്ക് സീറ്റിൽ ഇരിക്കുകയായിരുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കും മാർക്കും ഒരുപോലെ കാറിന്റെ മുകളിൽ വന്ന് ഇടിച്ച് താഴേക്ക് വീണു. 2 പേരും ശരിക്കും അവരുടെ സീറ്റിലേക്ക് നേരെ നിരിക്കുമ്പോൾ മാർക്ക് ഡ്രൈവറോട് ചോദിച്ചു, എന്താ? അങ്ങനെ മാർക്ക് ചോദിക്കുമ്പോൾ മാർക്ക് ഒരു കാഴ്ച കൂടി കണ്ടു. ആ കാറിനടുത്ത് 3 ആളുകളുണ്ട്. ഈ സമയത്ത് കാറിന്റെ ഡോർ തുറന്ന് ഡ്രൈവർ പുറത്തിറങ്ങിയിരുന്നു. അയാളുടെ കാറിന്റെ മുന്നിലേക്ക് ചാടി വീണ ആ 3 പേരോടും ചൂടായി സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മോഹമില്ലേ? കാറിന്റെ മുന്നിലേക്കാണ് ചാടുന്നത്. അങ്ങനെ ആ ഡ്രൈവർ ചോദിച്ചതും ആ 3 ഒരാൾ
ഡ്രൈവറുടെ പുറത്ത് ഒന്ന് കൈവച്ചു. ശരിക്കും അയാൾ കൈ ഉയർത്തി ഒരു ഒറ്റ അടി ഡ്രൈവറുടെ തലയിൽ അടിക്കുകയായിരുന്നു. എന്താണ് തനിക്ക് സംഭവിക്കാൻ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ആ ഡ്രൈവർക്ക്. അയാൾ ആ നിമിഷം തല ചിതറി അവിടെ താഴേക്ക് വീണു. ആ രംഗം കാറിലിരുന്ന മാർക്കും കണ്ടു. മാർക്ക് പെട്ടെന്ന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ മാർക്ക് സെബാസ്റ്റ്യനോട് പറഞ്ഞു, ഓൾമോസ്റ്റ് ഒരു കാരണവശാലും അങ്ങ് പുറത്തിറങ്ങരുത്. സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് കാറിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ഓടി ആ കാറിന്റെ മുന്നിലേക്ക് വന്നു. അവിടെ തറയിൽ വീണ് കിടക്കുകയാണ് ആ ഡ്രൈവർ. ആ ഡ്രൈവറെ കണ്ടതും മാർക്ക് ഓടി ഡ്രൈവറുടെ അടുത്തെത്തി. മാർക്ക് ആ ഡ്രൈവറുടെ പുറത്ത് തൊടുമ്പോൾ തന്നെ മാർക്കിന് അറിയാം അയാൾ മരിച്ചു കഴിഞ്ഞു. അത് കണ്ടതും മാർക്കിന് തന്നെ നോക്കി നിൽക്കുന്ന ആളുകളോട് ചോദിച്ചു, ഏയ് നിങ്ങൾ എന്താ ഈ കാണിച്ചത്? അയാൾ വെറുമൊരു ഡ്രൈവറല്ലേ, അയാൾ എന്താണ് നിങ്ങൾ ആക്രമിച്ചത്? മാർക്ക് ആ ഡ്രൈവറെ പരിശോധിക്കുന്നത് കൗതുകത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. മാർക്കിന്റെ ചോദ്യം കേട്ടതും ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ലീഡർ കിയാൻ ഊവർ മാർക്കിനോട് ചോദിച്ചു, ഹേയ് അയാൾ വെറൊരു കീടമല്ലേ, വെറൊരു ഉറുമ്പ്, അവന്റെ ജീവൻ പോയാലെന്താ ഇല്ലെങ്കിലെന്താ? ഏയ് നിങ്ങൾ എന്ത് വർത്തമാനമായി പറയുന്നത്? അയാളും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ലേ, നിങ്ങൾക്ക് അയാൾക്ക് തമ്മിൽ എന്താ വ്യത്യാസം? മാർക്ക് ശരിക്കും ദേഷ്യപ്പെട്ട് അങ്ങനെ ചോദിച്ചതും ആ ലീഡർ ഊവർ മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഓഹോ, നിനക്ക് അയാളോട് അത്ര സഹതാപമുണ്ടോ? ശരി, അയാൾ പോയ സ്ഥലത്തേക്ക് നിന്നെ കൂടെ ഞാൻ അയക്കാം. അങ്ങനെ പറഞ്ഞ കിയാൻ ഊവർ അടുത്ത നിമിഷത്തിൽ അയാളുടെ ബോഡിയിൽ നിന്ന് പതുക്കെ ഇന്റർണൽ എനർജി റിലീസ് ചെയ്ത് തുടങ്ങിയാണ്. ശരിക്കും അയാൾ കയ്യെന്ന് അനക്കുമ്പോൾ തന്നെ അയാൾക്ക് ചുറ്റും ഒരു ഊർജത്തിന്റെ വലയം രൂപപ്പെട്ട് കഴിഞ്ഞു. ഗ്രാൻഡ് മാസ്റ്റേഴ്സിലെ പീക്ക് ലെവലിൽ നിൽക്കുന്ന കിയാൻ ഊവർ അടുത്ത നിമിഷത്തിൽ ഒരൊറ്റ ഇടി. അയാളും മാർക്കും തമ്മിൽ ഏകദേശം ഒരു 10 അടി വ്യത്യാസമുണ്ട്. അത്രയും അകലത്ത് നിന്നുകൊണ്ട് അയാൾ മാർക്കിനെ ഒന്ന് ഇടിക്കുമ്പോൾ അയാളുടെ ആ കൈയുടെ ചലനത്തിനൊപ്പിച്ച് ഒരു ഹുങ്കാര ശബ്ദത്തോടുകൂടി ഒരു കാറ്റും പ്രകാശവും മാർക്കിന് നേരെ വന്നു. മാർക്കിന് റിയാക്ട് ചെയ്യാൻ കഴിയും മുമ്പ് ആ ഇടി മാർക്കിന്റെ പുറത്ത് പതിച്ചു. തന്റെ പുറത്ത് ആ ഇടി പതിക്കുമെന്ന് തോന്നിയ നിമിഷത്തിൽ മാർക്ക് 2 കൈയും കൊണ്ട് ഒന്ന് തടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ആ ഇടിയേറ്റ മാർക്ക് തെറിച്ച് ദൂരേക്ക് വീണു. മരങ്ങൾക്കിടയിലേക്ക് വീണ മാർക്ക് എണീക്കുമ്പോൾ മാർക്കിന് ഒരു കാര്യം വ്യക്തമാണ്, തന്നെ എതിരിടുന്ന ആളുകൾ അതിശക്തരാണ്. മാർക്കിനെ ആ ചാങ് സിറ്റിയിൽ വെച്ച് നേരിട്ട കൗഷേനേക്കാൾ ശക്തരാണ് ഇപ്പോ വന്നിരിക്കുന്ന എതിരാളി. കിയാൻ ഊവർ മാർക്കിനെ ആക്രമിക്കുമ്പോൾ അയാളുടെ പുറയിൽ കൈകെട്ടി നിൽക്കുകയാണ് ബാക്കി 2 പേരും. 3 ഗ്രാൻഡ് മാസ്റ്റേഴ്സും കൂടി ഒന്നിച്ച് മാർക്കിനെ ആക്രമിക്കേണ്ട കാര്യമില്ല എന്ന് അവർക്ക് അറിയാം. ദൂരേക്ക് തെറിച്ചു വീണ മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് എണീക്കുമ്പോൾ കിയാൻ ഊവറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരിയും ലേശൊരു അത്ഭുതവുമുണ്ട്. അയാൾ മാർക്കിനോട് പറഞ്ഞു, കൊള്ളാം, നീ ശക്തൻ തന്നെയാണ്. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററായ ഊവറിന്റെ ഇടി തടുക്കാനുള്ള കപ്പാസിറ്റി സാധാരണ ഒരു ഗ്രാൻഡ് മാസ്റ്റർ മാത്രമായ മാർക്ക് ഫെല്ലർക്ക് ഉണ്ടെന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായി ഊവർക്ക് മാർക്ക് ഫെല്ലറോട് ഒരു ബഹുമാനം തോന്നിയതാണ്. ഊവർ മാർക്കിനോട് പറഞ്ഞു, ഒരു തവണ നിനക്ക് നിന്റെ ബോഡി കൊണ്ട് എന്നെ തടുക്കാൻ പറ്റി, 2ാമത്തെ തവണ നിനക്ക് പറ്റുമെന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഊവർ വീണ്ടും കൈയൊന്ന് പ്രസ് ചെയ്തതും മാർക്ക് ഒരൊറ്റ ഓട്ടം. ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള മാർക്കിന്റെ ആ സ്പെഷ്യൽ സ്പെല്ല് ഉപയോഗിച്ചാണ് മാർക്ക് ഓടുന്നത്. സമീപത്തുള്ള സ്ഥലത്തെ വൻതോതിൽ കുറയ്ക്കുന്ന ആ പ്രത്യേക സ്പെൽ മാർക്ക് ശരിക്കും ഇഫക്റ്റീവായി ഉപയോഗിക്കുകയാണ്. 1 അടി ദൂരമാണ് 1 ഇഞ്ചായി കുറയുന്നത്. മാർക്ക് ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്ത് അതിവേഗം ആൽക്കമിസ്റ്റ് പവലിന് നേരെ ഓടി. മാർക്ക് അതിവേഗം ആൽക്കമിസ്റ്റ് പവലിന് നേരെ ഓടുന്ന കണ്ട കിയാൻ ഊവർ ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും അടുത്ത നിമിഷം അയാൾ മാർക്കിനെ ഫോളോ ചെയ്തു. മാർക്കിനേക്കാൾ അനവധി ലെവൽ മുകളിൽ നിൽക്കുന്ന കിയാൻ ഊവർക്ക് മാർക്കിന്റെ ആ മാന്ത്രിക സ്പെല്ലൊന്നും വേണ്ട മാർക്കിനൊപ്പം എത്താൻ. അയാളുടെ വേഗത അമ്പരപ്പിക്കുന്നതാണ്. അതിവേഗതയിൽ ഓടുന്ന അയാളും മാർക്കും തമ്മിലുള്ള അകലം പെട്ടെന്നാണ് കുറഞ്ഞത്. തനിക്ക് ആൽക്കമിസ്റ്റ് പവലിനിലേക്ക് ഓടിയെത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മാർക്കിന് മനസ്സിലാകുന്നുണ്ട്. മാർക്കിനെ ഫീൽ ചെയ്യുന്നുണ്ട് തൊട്ടുപുറകിൽ ഒരാൾ എത്തുന്നത്. തന്റെ തൊട്ടുപുറകിൽ കിയാൻ ഊവർ എത്തിയെന്ന് തോന്നിയ നിമിഷത്തിൽ മാർക്ക് പെട്ടെന്ന് നിന്നു. പെട്ടെന്ന് നിന്ന മാർക്ക് അതിവേഗം തിരിഞ്ഞ് മാർക്കിന്റെ വലത് കൈയിലേക്ക് അബ്സല്യൂട്ട് സാക്രിഫൈസ് ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് നിന്നതും തിരിഞ്ഞതും തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്.
ഒരിക്കലും അങ്ങനെ ഒരു ആക്ഷൻ പ്രതീക്ഷിക്കാതിരുന്ന കിയാൻ ഊവർ മാർക്കിന്റെ തൊട്ടു മുന്നിൽ പെട്ടുപോയി. ആ നിമിഷത്തിലാണ് മാർക്കിന്റെ അബ്സോല്യൂട്ട് ഫിസ്റ്റോടുള്ള ആ ഇടി അയാളുടെ നെഞ്ചിൽ പതിയുന്നത്. അതിവേഗതയിൽ മാർക്കിനെ ഫോളോ ചെയ്ത് വന്ന അയാളുടെ പുറത്തേക്ക് ശക്തമായി മാർക്കിന്റെ ആ ഇടി പതിച്ചതും അയാൾ നിന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങി. ശരിക്കും പീക്ക് ഗ്രാൻഡ് മാസ്റ്ററായ കിയാൻ ഊവർ തറയിന്ന് പൊങ്ങി ദൂരേക്ക് തെറിച്ച് വീഴുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തം തെറിക്കുന്നത് മറ്റ് 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനും കാണാം. അവരുടെ മുഖത്തും വല്ലാത്തൊരു അമ്പരപ്പ്. ഒരു മരത്തിലിടിച്ചാണ് കിയാൻ ഊവർ താഴേക്ക് വീണത്. താഴേക്ക് വീണ കിയാൻ ഊവറുടെ അടുത്തേക്ക് ആ 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സും ഓടിയെത്തി. മാസ്റ്റർ അങ്ങനെ വിളിച്ചുകൊണ്ടാണ് അവർ ഓടിയെത്തുന്നത്. അവർ രണ്ടുപേരും കിയാൻ ഊവറെ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ കിയാൻ ഊവർ അവരുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് പതുക്കെ എണീക്കുകയാണ്. കിയാൻ ഊവറുടെ ബോഡിയിൽ കാര്യമായ ക്ഷതം പറ്റിയിട്ടുണ്ട്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെറും ഒരു ഗ്രാൻഡ് മാസ്റ്ററായ മാർക്ക് ഫെല്ലർ, പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററായ അയാളെ ആ ശൈലിയിൽ അപകടപ്പെടുത്തുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മാർക്ക് ഫെല്ലർ തിരിഞ്ഞതും ആക്രമിച്ചതും. അതിലാണ് അയാൾ വീണുപോയത്. അയാളുടെ ബോഡിയിലേക്കൊന്ന് നോക്കി. അയാളുടെ വാരിയലിന്റെ ഭാഗത്ത് ഒരു എല്ല് പൊട്ടിയിട്ടുണ്ട്. അയാൾ മരത്തിലിടിച്ച ഭാഗവും ശരിക്കും മുറിഞ്ഞിട്ടുണ്ട്. അയാൾ വായിക്കൂടി രക്തം പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. വായിക്കൂടി പുറത്തേക്ക് വന്ന രക്തം അയാൾ ഒന്ന് തുപ്പി. അതിനുശേഷം അയാൾ മാർക്കിനെ ഒന്ന് നോക്കി. നീ കൊള്ളാം, എനിക്ക് ഇഷ്ടമായി. അങ്ങനെ പറഞ്ഞ ആ നിമിഷത്തിനെ അയാൾ മുന്നോട്ട് കുതിച്ചിരുന്നു. അയാൾ മുന്നോട്ട് കുതിച്ചു എന്ന് മാത്രമല്ല, കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്കിന്റെ മുന്നിലെത്തുകയും ചെയ്തു. മാർക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോ അയാളുടെ ഇരു കൈകളിൽ നിന്നുള്ള പഞ്ച് മാർക്ക് നേരെ വന്നു കഴിഞ്ഞു. മാർക്ക് തെറിച്ചു വീണ അയാളെ കൃത്യമായി കണ്ടു. സാധാരണഗതിയിൽ അത്ര ഷോർട്ട് ഡിസ്റ്റൻസിൽ മാർക്ക് ഒരാളെ ഇടിച്ചാൽ ആ ഇടി എതിരാളിയുടെ ജീവൻ എടുക്കേണ്ടതാണ്. ആ ഇടിയേറ്റിട്ടും അയാൾ കുലുങ്ങിയിട്ടില്ല എന്ന യാഥാർത്ഥ്യം മാർക്ക് തിരിച്ചറിയുമ്പോഴേക്കും മാർക്കിന്റെ തൊട്ടു മുന്നിൽ അയാൾ എത്തുകയും മാർക്കിനെ ഇടിക്കുകയും ചെയ്തു. മാർക്കിന്റെ തൊട്ടടുത്തെത്തി അയാൾ മാർക്കിനെ ഇടിക്കുന്ന ആ നിമിഷത്തിനെ മാർക്ക് 3rd ലെവൽ സെയിൻറ്റ്ലി ബോഡി പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി 3 ലെവലിൽ സുവർണ്ണ നിറത്തിലുള്ള ഒരു പ്രകാശത്തിന്റെ കവറിംഗ്, അതാണ് സെയിൻറ്റ്ലി ബോഡി ടെക്നിക് 3rd ലെവൽ എന്ന് പറയുന്നത്. പക്ഷേ ആ സെയിൻറ്റ്ലി ബോഡി ടെക്നിക് ആക്ടിവേഷൻ ചെയ്തിട്ടും മാർക്ക് ഇടിയേറ്റ് ദൂരേക്ക് തെറിച്ചു. ദൂരേക്ക് തെറിച്ചു എന്ന് മാത്രമല്ല, മാർക്ക് ചെന്ന് വീണ സ്ഥലത്ത് ഒരു വലിയ കുഴിയുണ്ടായെന്ന് പറയാം. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ട്. മാർക്ക് എന്നിട്ടും എണീറ്റു. അത് കണ്ടതും കിയാൻ ഊവർ മാർക്കിനോട് പറഞ്ഞു, ഓഹോ നീ എണീറ്റു, എന്നാ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അങ്ങനെ പറഞ്ഞ അയാൾ വീണ്ടും മാർക്കിനെതിരെ കുതിച്ചതും മാർക്ക് അവന്റെ ബോഡിയിലെ 4th ലെവൽ സെയിൻറ്റ്ലി ബോഡി ടെക്നിക് ആക്ടിവേഷൻ ചെയ്തു. പെട്ടെന്നാണ് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും 4 ലെവൽ സ്വർണ്ണ കവറിംഗ് ഉണ്ടാവുന്നത്. ആ സുവർണ പ്രകാശം മാർക്കിന്റെ ബോഡിക്ക് ശരിക്കും ശക്തമായ ഒരു ഡിഫൻസ് നൽകുന്നത്. ആ കവറിംഗ് മാർക്കിന്റെ പുറത്ത് രൂപപ്പെട്ട അതേ നിമിഷത്തിൽ മാർക്കിന്റെ പുറത്ത് ഇടിയും വീണു. ഇടിയേറ്റ മാർക്ക് പിന്നെയും തെറിച്ചു. മാർക്ക് ആ 4 ലെവൽ കവറിംഗ് ഇട്ടിട്ടും മാർക്കിന്റെ ബോഡിയിൽ പല ഭാഗത്തും മുറിവുകൾ പറ്റിക്കഴിഞ്ഞു. ശരിക്കും എല്ലുകൾ മുറുകി തുടങ്ങിയിട്ടുണ്ട്. മാർക്കിന്റെ വായ്ക്കൂടി ചോര പുറത്തേക്ക് തെറിക്കുകയും ചെയ്തു. ഈ കാഴ്ച കാറിയിരിക്കുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്ക് കാണുന്നുണ്ട്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. താഴെ വീണ മാർക്ക് വീണ്ടും പതുക്കെ എണീറ്റു. എണീക്കുമ്പോൾ തന്നെ മാർക്ക് സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കിന്റെ 5th ലെവൽ ആക്ടിവേഷൻ ചെയ്തു. 5th ലെവൽ മാർക്ക് ഈ അടുത്ത കാലത്താണ് പ്രാക്ടീസ് ചെയ്തെടുത്തത്. ബോഡി ടെക്നിക്കിന്റെ 5th ലെവൽ പഠിക്കാനായിട്ട് മാർക്ക് കുറെ നാളായി ശ്രമിക്കുകയാണ്. പലതവണ മാർക്ക് ശ്രമിച്ചതാണ്. അപ്പോഴൊന്നും മാർക്കിന് അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോ ഈ സാഹചര്യത്തിൽ മാർക്ക് 5th ലെവൽ ആക്ടിവേഷൻ ശ്രമിച്ചപ്പോൾ മാർക്കിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ആ സുവർണ വലയങ്ങളുടെ എണ്ണം ഒന്ന് കൂടി. 5 ശക്തമായ സുവർണ വലയങ്ങൾ. ഈ കാഴ്ച സ്വാഭാവികമായിട്ടും കിയാൻ ഊവറെ തെല്ലെന്നൂല അമ്പരപ്പിച്ചത്. അയാൾ വീണ്ടും മാർക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടതും കിയാൻ ഊവർക്ക് ഒപ്പമുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിയാൻ ഊവറോട് പറഞ്ഞു, ഊവർ ഇനി ഒറ്റയ്ക്ക് വേണ്ട. ഇവനെ പോലെ ഒരുത്തരം നേടാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. ഊവർ അതല്ല, മാസ്റ്റർ ഷാൻഹായ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവന്റെ തലയുമായി ചെല്ലുമെന്നാണ്. നമ്മൾ ഇവനോടൊപ്പം കളിച്ചുകൊണ്ട് നിന്നാൽ അത് പറ്റത്തില്ല. ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഷാൻഹായുടെ പേര് പറഞ്ഞതും ഊവറിന്റെ ആ അപ്രോച്ചിൽ ഒരു മാറ്റം ഉണ്ടായി.
അയാളുടെ ഇടതുവശത്തും വലതുവശത്തും ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചേർന്ന അതേ നിമിഷത്തിനെ ആ മൂവരുടെ കൈകൾ ഒരുമിച്ച് മുന്നോട്ട് വന്നു. ആ നിമിഷത്തിൽ അവർക്ക് മുന്നിൽ ഒരു തീഗോളം രൂപം കൊള്ളുകയാണ്. ശരിക്കും അവരെ കൈ മുന്നോട്ട് നീട്ടിയതേ ഉള്ളൂ. പ്രകാശം 3 പേരുടെ കയ്യിൽ നിന്ന് ഒരുമിച്ച് മുന്നോട്ട് വന്നു. ആ 3 പ്രകാശം കൂടി ചേർന്ന് ഒരു ഗോളത്തിന്റെ രൂപം ആർജിച്ചതാണ്. ഗോളത്തിന്റെ രൂപം ആ പ്രകാശം ആർജിക്കുന്നത് മാർക്ക് ഫെല്ലറിങ് കണ്ടിരുന്നു. മാർക്ക് ആ 5th ലെവൽ സെയിൻലി ബോഡി ടെക്നിക് ആക്ടിവേഷൻ ചെയ്ത അതേ നിമിഷത്തിനെ ഇതൊക്കെ സംഭവിക്കുകയും ചെയ്തിരുന്നു. മാർക്ക് ആ 5th ലെവൽ ആക്ടിവേഷൻ ചെയ്തതും ആ ഗോളം മാർക്കിന് നേരെ കുതിച്ചതും ഒരു നിമിഷത്തിലാണ്. മാർക്ക് 2 കൈ കൊണ്ടും അവന്റെ ബോഡി പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണ്. ഡിഫൻസ് അല്ലാതെ അറ്റാക്ക് മാർക്കിന് അവിടെ പറ്റില്ല എന്നർത്ഥം. മാർക്ക് 2 കൈ കൊണ്ടും അവന്റെ നെഞ്ചിനെ പ്രൊട്ടക്ട് ചെയ്ത് ആ കൈ ക്രോസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും ആ ഗോളാകത്തുള്ള പ്രകാശം മാർക്കിന്റെ ബോഡിക്ക് അടുത്തെത്തിയിരുന്നു. ഒരു സ്ഫോടനമാണ് തുടർന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ആ ശബ്ദം ഒന്ന് അടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് തല മുതൽ കാൽപാദം വരെ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലർക്ക് അനക്കമില്ല. മാർക്ക് ഫെല്ലർ ചോരയെ കുളിച്ച് കിടക്കുന്ന കണ്ട തൊട്ട് കൂടെയുള്ള ഊവർ അയാളുടെ വലതുവശത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞു, അവനെ അങ്ങ് തട്ടിയേക്ക്, അവന്റെ തല പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് എടുക്കണം. മാർക്ക് ഫെല്ലറെ കൊന്ന് തല വെട്ടിയെടുത്ത് കൊണ്ടുവരാനാണ് ഷാൻഹായി അവർക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ. ആ ഓർഡർ നടപ്പിലാക്കാനായി ആ മൂവർ സംഘത്തിന്റെ വലതു ഭാഗത്തേക്ക് ആള് ഒരു വാളുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ കാറിൽ നിന്ന് സെബാസ്റ്റ്യൻ ബ്ലാക്ക് പുറത്തിറങ്ങി. അയാൾ ഉറക്കെ അവരോട് പറഞ്ഞു, ഏയ് പ്ലീസ് സ്റ്റോപ്പ്. ശബ്ദം കേട്ട് ആ മൂവർ സംഘം തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ അവർക്ക് നേരെ നടന്നു വരുന്നതാണ്. ഏയ് എന്താ വേണ്ടേ? കിയാൻ ഊവർ അങ്ങനെ ചോദിച്ചതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് അയാളോട് പറഞ്ഞു, ഏയ് കിയാൻ ഊവർ, നിങ്ങൾ അവനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ല. തന്റെ പേര് വിളിച്ച ചെറുപ്പക്കാരൻ സംസാരിക്കുന്ന കേട്ടപ്പോ കിയാൻ ഊവർക്ക് ഒരു അതിശയം. ഏയ് ആരാ നീ? ഏയ് ഊവർ, ഞാൻ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആണ്. ഓൾഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കോ? അതെ. നീ ഷാൻഹായി വിളിച്ചിട്ട് അവനോട് പറ മാർക്ക് ഫെല്ലറെ വെറുതെ വിടാൻ. അങ്ങനെ വെറുതെ വിട്ടാൽ ബ്ലാക്ക് കുടുംബം അവന് വിട്ടുകൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറ. കിയാൻ ഊവറും അയാൾക്കൊപ്പമുള്ള ആ 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സും ശരിക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവരുടെ ബ്ലാക്ക് കുടുംബത്തിന്റെ തലതൊട്ടപ്പനായ സാക്ഷാൽ എംപറർ സെബാസ്റ്റ്യൻ ബ്ലാക്ക് മരിച്ചിട്ട് അധിക ദിവസമായിട്ടില്ല. ആ സെബാസ്റ്റ്യൻ ബ്ലാക്ക് താനാണെന്നാണ് അവരുടെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ പറയുന്നത്. ഊവർക്ക് അവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അയാൾ പെട്ടെന്ന് തന്നെ ഫോൺ കയ്യിലെടുത്തു. ഈ സമയത്ത് ഷാൻഹായി സാക്ഷാൽ ഹാൻ ഷിമിങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അയാളുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോണിൽ ഊവർ ആണെന്ന് കണ്ടതും അയാൾ ഫോൺ എടുത്തു. അയാൾ ഉറക്കെ ഊവറോട് ചോദിച്ചു, ഏയ് മാർക്കിന്റെ തല കിട്ടിയോ? മാസ്റ്റർ, ഇവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ പറയുന്നത് ആ ചെറുപ്പക്കാരൻ അങ്ങയുടെ പിതാവ് സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആണെന്നാണ്. ഷാൻഹായിയുടെ മൊബൈലിലൂടെ ഊവർ പറഞ്ഞ കാര്യം കേട്ടതും ഷാൻഹായി ഒന്ന് വിറച്ചു. ഷാൻഹായി അറിയാതെ പിറുപിറുത്തു പോവുകയാണ്. അപ്പോ മാർക്ക് വിജയിച്ചു. സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ മരണത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാൻ തനിക്ക് പറ്റുമെന്ന് മാർക്ക് ഫെല്ലർ നേരത്തെ ഷാൻഹായിയോട് പറഞ്ഞിരുന്നു. ഷാൻഹായി ആ സമയത്ത് അത് അത്ര വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോ അയാൾക്ക് ആ കാര്യം വിശ്വസിക്കേണ്ടി വരികയാണ്. അയാളുടെ പിതാവ് സെബാസ്റ്റ്യൻ ബ്ലാക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. അയാളെ നേരിൽ കണ്ട ഒരാളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് പതറിപ്പോയെങ്കിലും ഷാൻഹായി ഊവറോട് പറഞ്ഞു, ഏയ് അതൊന്നും വിശ്വസിക്കണ്ട. അങ്ങനെ ഷാൻഹായി പറയുമ്പോൾ ഊവർക്ക് അടുത്ത് നടന്നെത്തിയിരുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്ക് ഊവറുടെ ഫോണിൽ കേൾക്കത്തക്ക രീതിയിൽ ഊവറുടെ അടുത്ത് നിന്ന് ഉറക്കെ പറഞ്ഞു, ഏയ് ഷാൻഹായി, നിനക്ക് ഞാൻ ബ്ലാക്ക് കുടുംബം വിട്ടുതരാം. പകരം നീ മാർക്ക് ഫെല്ലറെ എനിക്ക് വിട്ടുതരണം. ഷാൻഹായിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയാൾ വ്യക്തമായി ഇപ്പോൾ കേട്ടിരിക്കുന്നത് അയാളുടെ പിതാവിൻ്റെ ശബ്ദമാണ്. നേരത്തെ ഉണ്ടായിരുന്ന സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ശബ്ദത്തിൽ നിന്ന് ലേശം വ്യത്യാസമുള്ള ശബ്ദമാണെങ്കിലും ആ ശബ്ദത്തിന്റെ മോഡുലേഷൻ അവന്റെ പിതാവിന്റെ തന്നെയാണ്. ഷാൻഹായി ആ ശബ്ദം കൂടി കേട്ടപ്പോൾ ഒന്നുകൂടി പതറിയെന്ന് പറയാം. പക്ഷെ അടുത്ത ദിവസം ഷാൻഹായി ഊവറോട് പറഞ്ഞു, ഊവർ, എന്നെ കയറി അച്ഛാന്ന് വിളിച്ച ആ ചെറുപ്പക്കാരനെ ആദ്യം തട്ട്, അതിനുശേഷം മാർക്കിനെയും. എനിക്ക് മാർക്കിന്റെ തല കൃത്യമായി കിട്ടണം. ഷാൻഹായി ആ മൊബൈലിലൂടെ പറയുന്നത് സെബാസ്റ്റ്യൻ ബ്ലാക്കും കൃത്യമായി കേട്ടു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാചകമാണ് അയാൾ ആ മൊബൈലിലൂടെ കേട്ടത്. അയാളുടെ മൂത്ത മകൻ ഷാൻഹായി അയാളെ കൊല്ലാനുള്ള ഉത്തരവിടുന്നതാണ് അയാൾ കേൾക്കുന്നത്. ഫോൺ കട്ട് ചെയ്ത
ഊവർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, കേട്ടല്ലോ, എനിക്ക് മാസ്റ്റർ ഷാൻഹായി പറയുന്ന കാര്യം ചെയ്തേ പറ്റൂ. അങ്ങനെ പറഞ്ഞ ഊവർ അടുത്ത നിമിഷം സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ തൊട്ടു മുന്നിലെത്തി. സെബാസ്റ്റ്യൻ ബ്ലാക്കിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുമ്പ് ഊവറുടെ ഇടത് കൈ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ കഴുത്തിൽ അങ്ങ് മുറുകി. ഒറ്റ പിടുത്തത്തിന് സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഊവറുടെ ലക്ഷ്യം. മരണപ്പെട്ട സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ അനുകരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇനി ഈ നാട്ടിൽ വേണ്ട എന്നുള്ള തീരുമാനം ഊവറുടെ ആ പിടുത്തത്തിന് പിന്നിലുണ്ട്. ഊവർ ആ കൈയെന്ന് അമർത്തിയ അതേ നിമിഷത്തിൽ ഒരു പ്രകാശം അയാളുടെ കൈയുടെ അടുത്തൂടി കടന്നുപോയി. അടുത്ത നിമിഷത്തിൽ അയാൾ അറിയാതെ കൈയെടുത്ത് പോവുകയാണ്. അയാളുടെ ആ ഇടത് കൈ ഏതാണ്ട് അറ്റ് തൂങ്ങിയിരിക്കുകയാണ്. അമ്പരപ്പോടെ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അടുത്തുനിന്ന് കൈയെടുത്ത അയാൾ നോക്കുമ്പോൾ അയാൾ കാണുന്നത് തറയിൽ വാള് കുത്തി എണീക്കുന്ന സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. മാർക്ക് ഫെല്ലറുടെ കയ്യിൽ ഒരു ബ്രോൺസ് വാളിരിപ്പുണ്ട്. ആ വാള് തറയെ കുത്തി മാർക്ക് എണീക്കുന്ന രംഗമാണ് അയാൾ കണ്ടത്. തറയിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്ന മാർക്ക് ഫെല്ലറെയും തന്റെ കൈയും മാറി മാറി നോക്കിയ ഊവർ അയാളുടെ കൂടെയുള്ള ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനോട് പറഞ്ഞു, കൊല്ലവനെ. അടുത്ത നിമിഷം ആ രണ്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സും ഒരുമിച്ച് മാർക്ക് ഫെല്ലർ നേരെ കുതിച്ചു. മാർക്ക് ഫെല്ലർ ഒരു പരുവത്തിൽ തറയിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുകയായിരുന്നു. എണീക്കുന്നിടയിൽ മാർക്ക് അവന്മാരോട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കെ ഓൾ മാസ്റ്റർ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കത്തില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആ വാള് അവന് നേരെ പാഞ്ഞു വരുന്ന ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് നേരെ ഒന്ന് വീശി. പക്ഷെ ആ വാള് വീശലൊന്നും ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന് ഒരു വിഷയമല്ല. അവരുടെ കൈവശവും ആ നിമിഷത്തിൽ രണ്ട് വാളുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അവരുടെ വാളുകൾ ഒരുമിച്ച് മാർക്ക് ഫെല്ലറെ വാളിനോട് കൂട്ടിമുട്ടിയതും മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ വാള് തെറിച്ചു. അടുത്ത നിമിഷത്തിൽ മാർക്ക് താഴേക്ക് വീണു. മാർക്കിന്റെ ശരീരത്തിലെ അവസാന ഊർജവും എടുത്താണ് മാർക്ക് നേരത്തെ എണീറ്റത്. മാർക്ക് ഒരു ശബ്ദത്തോടുകൂടി താഴേക്ക് വീഴുമ്പോൾ ക്യൂവർ വീണ്ടും സെബാസ്റ്റ്യനെ സമീപിച്ചു. ക്യൂവർ സെബാസ്റ്റ്യനെ സമീപിക്കുന്നത് തറയിലേക്ക് വീണ മാർക്ക് കണ്ടു. ആ നിമിഷത്തിൽ സ്പ്രിങ് പോലെ മാർക്ക് ഫെല്ലർ ചാടി എണീറ്റു. എവിടെ നിന്നാണ് മാർക്കിന് ആ ഒരു ഊർജം കിട്ടിയെന്ന് ആർക്കും അറിയാൻ വയ്യ. തറയിലേക്ക് മാർക്ക് വീഴുന്നത് നേരത്തെ കണ്ടുന്ന ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്ന് അറിയാനായി ക്യൂവറെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മാർക്ക് എണീറ്റിരുന്നു. അടുത്ത നിമിഷത്തിൽ ഷ്രിങ്കിങ് എർത്ത് ബൈ ആൻ ഇഞ്ച് എന്നുള്ള ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ക്യൂവറുടെ തൊട്ടുമുന്നിലെത്തി. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ തൊട്ടു മുന്നിലാണ് ഇപ്പോൾ മാർക്ക് നിൽക്കുന്നത്. ഇടത് കൈ മുറിഞ്ഞിരിക്കുന്ന ക്യൂവർ വലത് കൈ കൊണ്ട് സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ആക്രമിക്കാനായി മുന്നോട്ട് കുതിക്കുമ്പോഴാണ് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ മുന്നിൽ മാർക്ക് ഫെല്ലർ കയറി നിൽക്കുന്നത്. മാർക്കിന്റെ ശരീരത്തിലൂടെ ചോരങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. ദേഹം മുഴുവൻ പരിക്കാണ്. എന്നിട്ടും സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ രക്ഷിക്കാനായി മാർക്ക് സെബാസ്റ്റ്യന്റെ മുന്നിൽ കയറി നിൽക്കുകയാണ്. അത് കണ്ടതും ക്യൂവർ എന്ന് ചിരിച്ചു. ഹേയ് മാർക്ക്, നിന്റെ ഈ കപ്പാസിറ്റി ശരിക്കും എന്നെ അതിശയപ്പെടുത്തുന്നുണ്ട്. നീ മരണപ്പെടേണ്ട വ്യക്തിയല്ല എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം. പക്ഷേ എന്ത് ചെയ്യാനാ, മാസ്റ്റർ ഷാൻഹായി നിന്നെ കൊല്ലണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് എനിക്ക് വേറെ മാർഗമില്ല. താൻ എതിർക്കുന്ന ആ ചെറുപ്പക്കാരൻ ശക്തനാണെന്ന് കണ്ടപ്പോൾ ഒരു പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററായ ഊവർക്ക് മാർക്കിനോട് തോന്നിയ ഒരു ബഹുമാനമാണ് അയാളുടെ ആ വാക്കുകളിലുള്ളത്. ഊവർ മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ കൈ ഒന്ന് ഉയർത്തുന്ന കണ്ടതും സെബാസ്റ്റ്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി നീ ശ്രമിക്കാതിരിക്കുന്നത് നല്ലത്. നമുക്ക് എല്ലാം നഷ്ടമായി, നമുക്ക് വിട്ടുകൊടുക്കാം. സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ സംരക്ഷിക്കാൻ മാർക്ക് ഇനി ശ്രമിക്കണ്ട എന്നാണ് സെബാസ്റ്റ്യൻ മാർക്കിനോട് പറഞ്ഞത്. പക്ഷേ മാർക്കിന് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഊവർ മാർക്കിന് നേരെ കൈയെന്നുയർത്തിയതും ശക്തമായൊരു പ്രകാശം മാർക്കിന്റെ പുറത്തിടിച്ചു. മാർക്കും സെബാസ്റ്റ്യൻ കൂടി ഒരുമിച്ച് തൽഫലമായി താഴേക്ക് വീണു. ശരിക്കും ഒരു പ്രഷറാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ശക്തമായ പ്രകാശത്തോടൊപ്പം ഒരു കാറ്റും ഉണ്ടായിരുന്നു. ആ കാറ്റിനെ തടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ പുറത്തിടിച്ച് താഴേക്ക് വീഴുകയാണ്. രണ്ടുപേരും താഴേക്ക് വീണതും ആ മൂവർ സംഘം അവരങ്ങ് വളഞ്ഞു. ഇടത് കൈയിൽ നിന്ന് അപ്പോഴും ചോരൊലിക്കുന്ന ഊവർ കൂടെ ഉള്ളവരോടായി പറഞ്ഞു, ഇനി നോക്കണ്ട, രണ്ടുപേരുടെയും തല വെട്ടിങ്ങെടുക്ക്. കേൾക്കേണ്ട താമസം ആ രണ്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സും വാളുകളുമായി മാർക്കിനും സെബാസ്റ്റ്യനും അടുത്തെത്തി.
മാർക്കിന് എണീക്കാൻ പറ്റുന്നില്ല എന്നാണ് സത്യം. സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആണെങ്കിൽ കുറെ കൂടി ആരോഗ്യവാനാണ്. പക്ഷെ അയാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ശക്തരായ ഗ്രാൻഡ് മാസ്റ്റേഴ്സാണ് അവർക്കെതിരെ നിൽക്കുന്നത്. ആ രണ്ട് പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെയും പവറിനെ കുറിച്ച് സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സെബാസ്റ്റ്യൻ ബ്ലാക്കിനെ ഒന്ന് നോക്കിയിട്ട് അതിൽ ഒരാൾ മാർക്കിന്റെ നേരെ നടന്നു വരികയാണ്. അയാൾ വാൾ ഒന്ന് ഉയർത്തി ശരിക്കും ശക്തമായി മാർക്കിന്റെ കഴുത്തിന് നേരെ ആ വാളൊന്ന് വീശിയ ആ നിമിഷത്തിൽ അയാളുടെ ആ വാളിൽ കിണിങ്ങുന്നൊരു ശബ്ദം കേട്ടു. അതിശക്തമായി ആരോ ആ വാളിനെ ആക്രമിച്ച ശബ്ദമാണ് അവർ കേട്ടത്. ആ ആക്രമണത്തിന്റെ ഫലമായിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ആ വാളങ്ങ് തെറിച്ചു. അതോടൊപ്പം അവര് ഒരു ശബ്ദം കേട്ടു, ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിലെ എൽഡറെ ആക്രമിക്കാൻ ഇത്ര ധൈര്യമോ നിങ്ങൾക്ക്? ശബ്ദം കേട്ട ദിക്കിലേക്ക് ആ മൂവർ സംഘം നോക്കുമ്പോൾ ആകാശത്തൂടി ഒരാൾ ഒഴുകി വരുന്നതാണ് അവർ കണ്ടത്. അതിന്റെ തൊട്ടുപുറകെ അനവധി ആളുകളുമുണ്ട്. ഏതാനും സെക്കൻഡുകൾക്കകം ഒരു ടീം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും അവര് പറന്നു വരികയാണെന്ന് പറയാം. അതിവേഗതയിലുള്ള അവരുടെ ആ ഓട്ടം ആ ഒരു പ്രതീതിയാണ് അവിടെ സൃഷ്ടിച്ചത്. മുന്നിൽ പൗലിൻ മാസ്റ്ററും തൊട്ടുപുറകിൽ ആ ലാ എൻഫോഴ്സ്മെന്റിലെ 8 സീനിയർ എൽഡേഴ്സുമുണ്ട്. ആ 9 ടീം അവരുടെ മുന്നിലെത്തിയതും ഊവർ ഏറ്റവും മുന്നിൽ കാണുന്ന ആ ലേഡിയോട് ചോദിച്ചു, ഏയ് ആരാ നിങ്ങൾ? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ആ എൽഡർമാരിൽ ഒരാളാണ്. ഏയ് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൻ മാസ്റ്റർ നോക്കിയിട്ട് ആരാന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഊവർക്ക് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാകുന്നത്. അത് മനസ്സിലാക്കിയതും ഊവർ പൗലിൻ മാസ്റ്ററെ തൊഴുതു. പൗലിൻ മാസ്റ്റർ, ക്ഷമിക്കണം, അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടരുത്. ഏയ് ഈ വിഷയത്തിൽ ഇടപെടരുതെന്നു. മാർക്ക് ഫെല്ലർ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലെ എൽഡറാണ്. ആ എൽഡറെ സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആ എൽഡറുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? പൗലിൻ മാസ്റ്ററുടെ ആ ചോദ്യം കേട്ടതും ഊവർ ഒന്ന് ചിരിച്ചു. പൗലിൻ മാസ്റ്റർ, ഞങ്ങൾ ആരെന്ന് അറിഞ്ഞുകൂടാതെയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഞങ്ങളുടെ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയാത്തത് കൊണ്ട് നിങ്ങൾ ഇടപെടുന്നതാണെങ്കിൽ അത് ഇപ്പൊ ബോധ്യപ്പെടുത്തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഊവർ കൈയൊന്ന് ഉയർത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ ഊവറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഊവറുടെ കവിളിൽ ശക്തമായി ഒരു അടി പതിഞ്ഞു. പൗലിൻ മാസ്റ്ററും ഊവറും തമ്മിൽ നിൽക്കുന്നത് ഏകദേശം ഒരു 10-15 അടി വ്യത്യാസത്തിലാണ്. 15 അടി ദൂരം നിൽക്കുന്ന പൗലിൻ മാസ്റ്ററുടെ കൈ ഊവറുടെ കവിളിൽ പതിഞ്ഞു. അടിയേറ്റ ഊവർ ശരിക്കും ഒന്ന് കറങ്ങി എന്ന് പറയാം. അയാൾ നേരെ നിൽക്കുമ്പോൾ അയാൾക്കൊരു വല്ലാത്ത അമ്പരപ്പ്. അയാളൊരു പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്ററായ അയാൾ ആരെങ്കിലും ആക്രമിച്ചാൽ തിരിച്ചറിയാൻ കഴിയേണ്ടതാണ്. ഇവിടെ പൗലിൻ മാസ്റ്റർ അയാളുടെ പുറത്ത് തൊട്ട വിവരം അടിയേറ്റപ്പോഴേ അയാൾ അറിഞ്ഞുള്ളൂ. 12 അടി ദൂരെ നിൽക്കുന്ന പൗലിൻ മാസ്റ്ററാണ് അയാളുടെ പുറത്ത് തൊട്ടിരിക്കുന്നത്. അത്രയും ദൂരത്ത് നിന്ന് തൻ്റെ കവിളിൽ തൊടണമെങ്കിൽ തൊട്ടയാള് സാധാരണക്കാരനല്ല. അക്കാര്യം ഊവർക്കറിയാം. ഊവറുടെ മനസ്സിൽ പെട്ടെന്നൊരു സംശയം, പൗലിൻ മാസ്റ്റർ ഇനി ഒരു മാർക്വിസ് ആണോ? പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആ ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എത്തുന്നതാണ് മാർക്വിസ് ലെവൽ. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ ലെവൽ കഴിഞ്ഞാൽ അടുത്ത ലെവലാണല്ലോ മാർക്വിസ് ലെവൽ. മാർക്വിസ് ലെവലിലുള്ള ഒരാളാണ് പൗലിൻ മാസ്റ്റർ എങ്കിൽ ആ 3 പേർക്കും പൗലിൻ മാസ്റ്ററെ എതിരിടാൻ പറ്റില്ല. ആ യാഥാർത്ഥ്യം ഊവറുടെ മനസ്സിലുണ്ട്. പക്ഷെ ഈ സമയത്ത് ഊവറുടെ കവിളിൽ വീണ അടി മറ്റ് 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സിനെയും ഒന്ന് ചൂടിപ്പിച്ചു. ദേഷ്യത്തോടെ അവർ പൗലിൻ മാസ്റ്റർ നോക്കി എന്തോ പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ ആ നിമിഷത്തിൽ ആ ലാ എൻഫോഴ്സ്മെന്റ് ടീമിലെ ഫസ്റ്റ് എൽഡറുടെ ഇരു കൈയും അവരുടെ പുറത്തു പതിഞ്ഞു. എപ്പോഴാണ് ഫസ്റ്റ് എൽഡർ കൈയെടുത്തെന്ന് മാത്രം അവർക്ക് മനസ്സിലായില്ല. പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ് ആ 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സും. പക്ഷേ അവരുടെ പുറത്ത് ഫസ്റ്റ് എൽഡർ കൈവച്ചത് അവരറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് എൽഡർ അവരെക്കാൾ വളരെ വളരെ മുകളിലാണെന്നാണ്. 2 പേരും ഇടിയേറ്റ് ഒത്തിരി ദൂരേക്ക് വീണു. ശരിക്കും അവരെ ഫസ്റ്റ് എൽഡർ പഞ്ച് ചെയ്യായിരുന്നു. ഫസ്റ്റ് എൽഡർ പഞ്ച് ചെയ്യുന്നത് 2 പേരും കണ്ടില്ല എന്നാണ് സത്യം. താഴെ വീണ ആ 2 ഗ്രാൻഡ് മാസ്റ്റേഴ്സും എണീക്കുമ്പോൾ ഏതാണ്ട് നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ് സാക്ഷാൽ ഊവർ ആ നിമിഷത്തിൽ അടവ് ഒന്ന് മാറ്റിപ്പിടിച്ചു. അയാൾ പൗലിൻ മാസ്റ്ററോട് പറഞ്ഞു, പൗലിൻ മാസ്റ്റർ, മാർക്ക് ഫെല്ലറെ ഞങ്ങൾക്ക് വിട്ടുതരണം.
മാർക്ക് ഫെല്ലർ ഒരു വലിയ ക്രൈം ചെയ്തിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ ബ്ലാക്ക് കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്തേ പറ്റൂ. ഓവർ അത് പറഞ്ഞതും പൗലൻ മാസ്റ്റർ അടുത്ത് നിൽക്കുന്ന ഫസ്റ്റ് എൽഡർ ഓവറോട് പറഞ്ഞു, നോക്കേ, പൗലൻ മാസ്റ്റർ ഒരു കാര്യം ഒരു തവണയെ പറയും. ഒരിക്കൽ കൂടി പൗലൻ മാസ്റ്ററെ കൊണ്ട് അത് ആവർത്തിപ്പിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മടങ്ങിപ്പോകാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ട് ആ ലാ എൻഫോഴ്സ്മെന്റ് ടീം മാർക്ക് ഫെല്ലറെ അവിടുന്ന് തൂക്കിയെടുത്തു. അവർ അതിവേഗം മാർക്ക് ഫെല്ലറുമായി ഡിവൈൻ ആൽക്കമിസ്റ്റ് പവലിലേക്ക് നടന്നു. ഈ സമയത്ത് ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സെബാസ്റ്റ്യൻ ബ്ലാക്ക്. സെബാസ്റ്റ്യൻ ബ്ലാക്കിനെയും പൗലിൻ മാസ്റ്ററെയും അകത്തേക്ക് പോകുന്ന മാർക്ക് ഫെല്ലറെയും കൂടെയുള്ള ലാ എൻഫോഴ്സ്മെന്റിനെ നോക്കിയിട്ട് ഊവറും അയാളുടെ കൂടെയുള്ള രണ്ടുപേരും അതിവേഗം കാടിനകത്തേക്ക് ഓടി മാറി. അവർ ഓടിപ്പോകുന്ന കാഴ്ച ഒന്ന് നോക്കിയിട്ട് പൗലിൻ മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ അടുത്തേക്ക് വന്നു. ഓൾഡ് മാസ്റ്റർ പ്ലീസ് കം. ഓൾഡ് മാസ്റ്റർ എന്ന് വിളിച്ച് പൗലൻ മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് സംസാരിച്ചപ്പോൾ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ആ കാര്യം ഉറപ്പായി. താൻ സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആണെന്നുള്ള കാര്യം പൗലൻ മാസ്റ്റർക്ക് മനസ്സിലായിരിക്കുന്നു. പൗലൻ മാസ്റ്റർ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. പൗലൻ മാസ്റ്റർ പറഞ്ഞതിന് മറുപടിയായി സെബാസ്റ്റ്യൻ ബ്ലാക്ക് അത്രേ പറഞ്ഞുള്ളൂ. അതെ അതെ, 30 കൊല്ലങ്ങളായി നമ്മൾ കണ്ടിട്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിലേക്ക് നടന്നു. അവർ ആൽക്കമിസ്റ്റ് പൗലിൽ എത്തുമ്പോൾ മാർക്ക് ഫെല്ലറുടെ വസതിക്ക് മുന്നിൽ പൂമുഖത്ത് അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് അനവധി ആളുകൾ ഓടിയെത്തിയിട്ടുണ്ട്. ഓടി എത്തിയ ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷൽ നീൽ ഫ്ലെമിംഗും ഉണ്ട്. നീൽ ഫ്ലെമിങ്ങിനൊപ്പം ഓടിയെത്തുന്നവരുടെ കൂട്ടത്തിൽ ഫിഫ്ത്ത് എൽഡറും താനിഷ്യയൊക്കെ ഉണ്ട്. താനിഷ്യയും നീൽ ഫ്ലെമിങ്ങും ശരിക്കും മാർക്കിന്റെ അവസ്ഥ കണ്ട് വാവിട്ട് കരഞ്ഞു പോവുകയാണ്. അതേ സങ്കടം ഫിഫ്ത്ത് എൽഡറുടെ മുഖത്തും ഉണ്ട്. മാർക്ക് ഫെല്ലറുടെ തല മുതൽ കാൽപാദം വരെ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. മാർക്കിന് ഒരു അനക്കവുമില്ല. അവര് അമ്പരപ്പോടെ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കുകയും പരസ്പരം സംസാരിക്കുകയും ചെയ്യുമ്പോഴേക്കും ആൽക്കമിസ്റ്റ് പൗലിന്റെ ആ പൗലൻ മാസ്റ്റർ അവരുടെ അടുത്തെത്തി. പൗലൻ മാസ്റ്റർ കണ്ടതും സകലരും ഒന്ന് വഴിമാറി. പൗലൻ മാസ്റ്റർ മാർക്കിന് അടുത്തേക്ക് ഇരുന്നിട്ട് മാർക്കിന്റെ നെഞ്ചിലേക്ക് കൈവച്ചു. പൗലൻ മാസ്റ്റർ ശരീരത്തിൽ നിന്ന് സ്പിരിച്വൽ എനർജി പതുക്കെ മാർക്കിന്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയാണ്. മാർക്കിന്റെ ട്രീറ്റ്മെന്റിന്റെ അതേ ശൈലി തന്നെയാണ് പൗലൻ മാസ്റ്റർക്കുള്ളത്. അല്പനേരം പൗലൻ മാസ്റ്റർ അവരുടെ കയ്യിലൂടെ മാർക്കിന്റെ ശരീരത്തിലേക്ക് ആ സ്പിരിച്വൽ എനർജി ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, നമുക്ക് മാർക്കിന് വേണ്ട മരുന്നുണ്ടാക്കണം. നിങ്ങൾ വെയർഹൗസിൽ നിന്ന് ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് പൗലൻ മാസ്റ്റർ അവിടെയുള്ള പേപ്പറും പേനയും എടുത്ത് അതിലേക്ക് ഒരു കുറിപ്പടി അങ്ങ് എഴുതുകയാണ്. അതേ വേഗതയിലാണ് പൗലൻ മാസ്റ്റർ ആ കുറിപ്പടി എഴുതി പൂർത്തീകരിച്ചത്. ആ മരുന്നുകളുടെ കൂട്ട് കിട്ടിയതും ഫിഫ്ത്ത് എൽഡർ അതുമായി നേരെ ഗോഡൌണിലേക്ക് ഓടി. വെയർഹൗസിൽ നിന്ന് ആ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്തുകൊണ്ട് ഫിഫ്ത്ത് എൽഡർ ആ സ്പോട്ടിൽ എത്തുമ്പോഴേക്കും അവിടെ മുഴുവൻ ആൽക്കമിസ്റ്റ് പൗലിലെ ആളുകളായി കഴിഞ്ഞു. ആൽക്കമിസ്റ്റ് പൗലിന്റെ വിവിധ മേഖലകളായിട്ട് അനവധി ആളുകളുണ്ട്. വിവരമറിഞ്ഞ് ആളുകളൊക്കെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഹെർബ്സ് എല്ലാം അവിടെ എത്തിയതും പൗലൻ മാസ്റ്റർ അവരോട് പറഞ്ഞു, ഞാൻ മാർക്കിന് വേണ്ടി ഒരു മരുന്നുണ്ടാക്കാം. പൗലൻ മാസ്റ്റർ ആർക്കെങ്കിലും വേണ്ടി മരുന്നുണ്ടാക്കുന്നത് അതിൽ പലരും കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ പൗലൻ മാസ്റ്റർ മരുന്നുണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം. പൗലൻ മാസ്റ്റർ അടുത്ത നിമിഷത്തിൽ അവിടെ മാജിക് ആർട്ടിഫാക്റ്റിൽ നിന്ന് ഒരു ഫർണസും കുട്ടുകും കൂടി ചേർന്ന സാധനം എടുത്ത് പുറത്തേക്ക് വെച്ചു. ശരിക്കും ഒരു പാത്രവും ആ പാത്രത്തിൽ അനവധി ട്യൂബുകളുള്ളൊരു സംഭവമാണ്. മരുന്നുണ്ടാക്കാനായി ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പാത്രമാണ്. പൗലൻ മാസ്റ്ററുടെ കയ്യിൽ മാർക്കിന്റെ കയ്യിലുള്ളത് പോലുള്ള ഒരു വളയല്ല ഉള്ളത്. അവരുടെ കയ്യിലുള്ളത് ഒരു മോതിരമാണ്. ആ മോതിരത്തിൽ നിന്നാണ് അവർ യഥാർത്ഥത്തിൽ ഈ സാധനങ്ങളൊക്കെ പുറത്തെടുക്കുന്നത്. അവരുടെ ആ മാന്ത്രിക നിലവറ അവർ ആ മോതിരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. സകലരും അമ്പരപ്പോടുകൂടിയാണ് ആ കാഴ്ച കണ്ടത്. ആ പാത്രം റെഡിയായതും പൗലൻ മാസ്റ്റർ അതിവേഗം നേരത്തെ ഫിഫ്ത്ത് എൽഡർ കൊണ്ടുവച്ച ആ മെഡിസിനൽ ഹെർബ്സിനെ ആ പാത്രത്തിലേക്ക് മുറിച്ചു മാറ്റുകയാണ്. ശരിക്കും അതേ വേഗതയിലാണ് അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവരുടെ ആ വേഗത കാണികളെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട്. അതേസമയം അതൊരു പഠനവുമാണ്. ആ പാത്രത്തിനകത്തേക്ക് ആ മെഡിസിനൽ ഹെർബ്സ് എല്ലാം നിറച്ചു കഴിഞ്ഞതും പൗലൻ മാസ്റ്റർ അവരുടെ വലത് കൈ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവന്നു. പെട്ടെന്നാണ് ആ കൈയുടെ മുകളിൽ ഒരു ഫ്ലെയിം ഉണ്ടായത്. ആ ഫ്ലെയിമിന്റെ നിറം കണ്ട സകലരുടെ കണ്ണങ്ങനെ തള്ളി വരികയാണ്. അത് പർപ്പിൾ നിറത്തിലുള്ള ഒരു ഫ്ലെയിമാണ്.
മാർക്ക് ഫെല്ലർ ബ്ലൂ നിറത്തിലുള്ള ഫ്ലെയിം ഉപയോഗിച്ച് അവിടെ ആ മത്സരത്തിൽ വിജയിച്ചത് അവരൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ പർപ്പിൾ നിറത്തിലുള്ള ഒരു ഫ്ലെയിം അവരൊക്കെ ആദ്യമായി കാണുകയാണ്. എൽഡേഴ്സ് ഒഴികെ ബാക്കി ആരും തന്നെ ആ പർപ്പിൾ നിറത്തിലുള്ള ഫ്ലെയിം കണ്ടിട്ടുള്ളവരല്ല. ആ പർപ്പിൾ നിറത്തിലുള്ള ഫ്ലെയിം പൗലിൻ മാസ്റ്ററുടെ കയ്യിൽ വല്ലാത്തൊരു ശാന്തതയോട് നിൽക്കുകയാണ്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കൺട്രോൾ അവർക്ക് ആ ഫ്ലെയിമിനകത്തുണ്ട്. അവർ ആ ഫ്ലെയിം ആ കുട്ടുകത്തിൻ്റെ അകത്തേക്ക് കാണിച്ചു. ആ ചൂട് പ്രകാശം ആ കുട്ടുകത്തിനകത്തേക്ക് പതിക്കുമ്പോൾ ആ മെഡിസിനൽ പ്ലാന്റ്സ് വെള്ളവും പതുക്കെ ചൂടായി തുടങ്ങി. അവരാ കൈ എങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാം ആ ചൂടടിച്ച് വെള്ളം പതുക്കെ തിളയ്ക്കാൻ തുടങ്ങുന്നത്. ആ വെള്ളം ഒന്ന് തിളച്ചു തുടങ്ങിയതും അവരുടെ ഇടത് കൈ ഒന്ന് ചലിപ്പിച്ചു. ആ നിമിഷത്തിൽ അവിടെ വീണ്ടും ഒരു ഫർണസ് വന്നു. വലത് കൈ കൊണ്ട് വലതുവശത്തുള്ള പാത്രത്തിലെ ആ മരുന്ന് നിർമ്മാണം കൺട്രോൾ ചെയ്യുന്ന പൗലിൻ മാസ്റ്റർ ഇടത് കൈ കൊണ്ട് അതിവേഗം കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ആ ഇടതുവശത്തെ പാത്രത്തിലേക്ക് ഇട്ടു. ആ പാത്രത്തിൽ ആവശ്യമായ മെഡിസിനൽ ഹെർബ്സ് ഒക്കെ നിറഞ്ഞു കഴിഞ്ഞതും അവര് ഇടത് കൈ ഒന്ന് ഉയർത്തി. ആ സമയത്ത് അവരുടെ ഇടത് കൈയിലും ഒരു പർപ്പിൾ ഫ്ലെയിം. ആ പർപ്പിൾ ഫ്ലെയിം പെട്ടെന്ന് അവര് താഴേക്ക് താഴ്ത്തി. ഇപ്പോ അവരുടെ ഇടത് കൈയിലും വലത് കൈയിലും പർപ്പിൾ ഫ്ലെയിമാണ്. ഒരു മനുഷ്യന്റെ രണ്ട് കൈയിലും ഒരേ സമയത്ത് ഫ്ലെയിം ഉണ്ടാകുന്ന കാഴ്ച വളരെ അപൂർവമാണ്. ഇവിടെ അവരെ കാണുന്നത് ആ കാഴ്ചയല്ല. ശരിക്കും ആ രണ്ട് ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് ഇരു പാത്രങ്ങളിലെയും മരുന്നുകൾ ഒരേപോലെ തിളപ്പിക്കുകയാണ് പൗലിൻ മാസ്റ്റർ. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നതിൽ ഭൂരിപക്ഷം പേരും ആൽക്കമിസ്റ്റുകളാണ്. നീൽ ഫ്ലെമിങ്ങും സെബാസ്റ്റ്യൻ ബ്ലാക്കും ഒഴികെയുള്ള ബാക്കി എല്ലാ ആളുകളും ആൽക്കമിസ്റ്റുകളാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ആൽക്കമിസ്റ്റുകൾ വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ആ കാഴ്ച കണ്ടത്. ഇരു കൈകളിലെയും ആ ഫ്ലെയിം ഒരു സെന്റിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ അതാത് പാത്രങ്ങളുടെ അകത്തേക്ക് വീഴുകയാണ്. ആ പാത്രങ്ങൾക്കകത്തുള്ള വെള്ളം ചൂടാകുന്നു. കൂടെ ആ മരുന്നിന്റെ ഭാഗമായ ചെടികളും തിളച്ചു തുടങ്ങിയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ആ മരുന്ന് നിർമ്മാണം അവസാനിച്ചു. എല്ലാവരും അമ്പരപ്പോട് നോക്കുമ്പോൾ ആ ഫർണസുമായി കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബിലേക്ക് പൗലിൻ മാസ്റ്റർ അവരുടെ കൈകൾ വെച്ചു. ആ ട്യൂബിലേക്ക് പതുക്കെ പതുക്കെ ഓരോ ഗുളികളായി വന്നു വീഴുകയാണ്. അവിടെ ഇരു കൈകളും അവരെ മുന്നിലേക്ക് നീക്കിയപ്പോൾ നമ്മൾ കാണുന്നത് കുറേയേറെ ഗുളികകളാണ്. 3 ഡസൻ ഗുളികകളുണ്ട്. ആ മരുന്ന് ഗുളികകൾ കണ്ട ആളുകളൊക്കെ ശരിക്കും ഞെട്ടലോടെയാണ് ആ കാഴ്ച കാണുന്നത്. രണ്ട് കൈ കൊണ്ട് ഒരേപോലെ ദൈവികമായ മരുന്നുണ്ടാക്കാനുള്ള പൗലിൻ മാസ്റ്റർ കഴിവ് അവർ ലൈവായി കണ്ടിരിക്കുകയാണ്. ആ ഗുളികകൾ കംപ്ലീറ്റ് ആയതും പൗലിൻ മാസ്റ്റർ അതിൽ ഒരെണ്ണം എടുത്ത് മാർക്കിന്റെ വായിലോട്ട് വെച്ചു. മാർക്കിന്റെ വായ്ക്കകത്ത് കൂടി ആ ഗുളിക വയറിനുള്ളിലേക്ക് പോകുന്നത് സകലർക്കും വിസിബിൾ ആണെന്ന് പറയാം. മാർക്കിന്റെ ബോഡിയിൽ ഒരു അനക്കമുണ്ട്. ആ കാഴ്ച കണ്ട പൗലിൻ മാസ്റ്റർ ബാക്കി ഗുളികകൾ താൻഷിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇന്നു മുതൽ ഓരോ മണിക്കൂർ ഇടപെട്ട് ഈ ഗുളിക തീരുന്നവരെ മാർക്കിന് കൊടുക്കണം. അങ്ങനെ പൗലിൻ മാസ്റ്റർ പറഞ്ഞതും എല്ലാവരും കൂടി മാർക്ക് ഫെല്ലറെ ആ പൂമുഖത്ത് നിന്നെടുത്ത് മാർക്കിന്റെ ആ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നു. അവിടെ ആ ഹാളിനകത്ത് മാർക്കിന് കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയതിനു ശേഷം അതിലേക്ക് മാർക്കിനെ കിടത്തി. മാർക്കിന്റെ ദേഹത്തുനിന്ന് ഒലിച്ചിറങ്ങിയിരുന്ന രക്തമെല്ലാം തുടച്ച് വൃത്തിയാക്കി മാർക്കിനെ ആ ബെഡിൽ കിടത്തുന്നവരെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. സെബാസ്റ്റ്യൻ ബ്ലാക്കും പൗലിൻ മാസ്റ്ററും കൂടി സാവധാനം അവരുടെ വസതിയിലേക്ക് നടക്കുകയാണ്. ഫിഫ്ത്ത് എൽഡർ ബാക്കിയുള്ള ആൽക്കമിസ്റ്റുകളോട് പറഞ്ഞു, ഓക്കെ, നിങ്ങളൊക്കെ ഇവിടുന്ന് ഒഴിയണം. താൻഷി ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊള്ളും. താൻഷിയും നീൽ ഫ്ലെമിങ്ങും മാത്രം ആ വീട്ടിൽ. അവർക്കാണ് മാർക്കിനെ ശുശ്രൂഷിക്കാനുള്ള ചുമതലയുള്ളത്. പൗലിൻ മാസ്റ്റർക്കൊപ്പം സെബാസ്റ്റ്യൻ ബ്ലാക്ക് നടന്ന് പൗലിൻ മാസ്റ്ററെ ആ വസതിയിലെത്തി. അവർ മുഖാമുഖം ഇരിക്കുകയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലിൻ മാസ്റ്ററോടായി സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞു, സത്യമായിട്ടും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടതും പൗലിൻ മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, മിസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്ക്, വർഷങ്ങൾക്ക് മുമ്പ് മാർക്കിന്റെ പിതാവ് നിങ്ങളുടെ ബ്ലാക്ക് ഫാമിലിയുടെ രക്ഷകനായി അവതരിച്ചതാണ്. ഇപ്പോൾ 50 കൊല്ലങ്ങൾക്ക് ശേഷം ഇത് അദ്ദേഹത്തിന്റെ മകൻ നിങ്ങളെ വീണ്ടും സംരക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അങ്ങനെ പൗലിൻ മാസ്റ്റർ പറഞ്ഞതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് പൗലിൻ മാസ്റ്ററോട് പറഞ്ഞു, അത് ശരിയാണ്, സത്യമായിട്ടും ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാർക്കിനെ ഇതിലേക്ക് വലിച്ചിഴക്കില്ലായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ലേശം സ്വാർത്ഥനായിരുന്നു. അതുകൊണ്ട് മാർക്കിന് ഇങ്ങനെയൊക്കെ പറ്റിയത്. മാർക്കിന്റെ ആ അവസ്ഥ കണ്ടപ്പോൾ ഉണ്ടായ സങ്കടം കൊണ്ടാണ് സെബാസ്റ്റ്യൻ ബ്ലാക്ക് ആ വാക്ക് പറഞ്ഞത്. സെബാസ്റ്റ്യൻ ബ്ലാക്കിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഒരു കുറ്റസമ്മതമാണ്.
അത് മനസ്സിലാക്കിയ പൗലിൻ മാസ്റ്റർ സെബാസ്റ്റ്യൻ ബ്ലാക്കിനോട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾക്ക് മാർക്ക് ഫെല്ലർ ഒരു ചെസ് പീസാണ്. നിങ്ങൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കരു മാത്രമാണ് മാർക്ക്. മാർക്കിനെ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബ്ലാക്ക് കുടുംബം ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ അതുകൊണ്ട് ഒരു കളി കളിച്ചു നോക്കുന്നതാണ്. ഷാൻഹായി എന്തൊക്കെ ബഹളങ്ങൾ ഉണ്ടാക്കിയാലും ബ്ലാക്ക് കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ ബ്ലാക്ക് കുടുംബത്തിലേക്ക് സാക്ഷാൽ മാർക്ക് ഫെല്ലർ വരിക തന്നെ വേണം. അക്കാര്യത്തിൽ സെബാസ്റ്റ്യൻ ബ്ലാക്കിന് ഒരു സംശയവുമില്ല. അതുകൊണ്ട് കൂടിയാണ് അയാളുടെ ചെറുമകളെ മാർക്കിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത്. അക്കാര്യം പൗലിൻ മാസ്റ്റർക്ക് നന്നായിട്ട് അറിയാം. പൗലിൻ മാസ്റ്ററും സെബാസ്റ്റ്യൻ ബ്ലാക്കും അങ്ങനെ മാർക്ക് ഫെല്ലറെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഊവർ നടന്ന കാര്യങ്ങൾ ഷാൻഹായിക്ക് റിപ്പോർട്ട് ചെയ്തു. മാർക്ക് ഫെല്ലറുടെ തല വെട്ടിക്കൊണ്ടുവരുന്ന കഥ കേൾക്കാനായി ഫോൺ എടുത്ത ഷാൻഹായിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഊവർ മാർക്ക് ഫെല്ലറെ കൊല്ലാൻ പറ്റിയില്ല എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തത്. അത് കേട്ടതും ഷാൻഹായി ശരിക്കും ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അപ്പോഴാണ് ഊവർ ഷാൻഹായിയോട് ആ കാര്യം സൂചിപ്പിച്ചത്. മാസ്റ്റർ ഷാൻഹായി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളുടെ മുന്നിൽ ഞങ്ങൾ ചെന്ന് പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അതാരാ? അത് പൗലിൻ മാസ്റ്ററാണ്. ആര്? ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനിലെ പൗലിൻ മാസ്റ്ററോ? അതെ. അവരെന്തായി കാണിക്കുന്നത്? അങ്ങനെ ഷാൻഹായി ചോദിച്ചതും ഊവർ ഷാൻഹായിയോട് ചോദിച്ചു, മാസ്റ്റർ ഷാൻഹായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഊവർ അങ്ങനെ ചോദിച്ചതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ഷാൻഹായി ഊവറോട് പറഞ്ഞു, ഊവർ, നിങ്ങൾ 3 പേരും ആ ഭാഗത്ത് തന്നെ നിൽക്ക്. എന്തായാലും മാർക്കിനെ ആ പൗലിൻ മാസ്റ്റർ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുന്നുമില്ല. അവൻ പുറത്തിറങ്ങുമ്പോൾ അവനെ കൊല്ലണം. അവനെ കൊന്നിട്ട് നിങ്ങളിങ്ങ് വന്നാൽ മതി. ഊവർക്കൊപ്പമുള്ള ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിനും ഷാൻഹായി വ്യക്തമായ ഓർഡറാണ് കൊടുക്കുന്നത്. മാർക്ക് ഫെല്ലറെ കൊന്നതിന് ശേഷം മാത്രം ഇനി അവർ ന്യൂ സെലസ്റ്റിലേക്ക് മടങ്ങി വന്നാൽ മതി. അങ്ങനെ ഷാൻഹായി ഊവർക്ക് ആജ്ഞ കൊടുക്കുമ്പോൾ ഷാൻഹായി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ ഷിമിങ്. ഷാൻഹായി ഫോൺ വെച്ചതും ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി, മാർക്കിനെ പിടികൂടാൻ ഞാനൊരു ഐഡിയ പറയാം. ഷിമിങ്, നീ പറ. ഷിമിങ്ങും ഈ ഷാൻഹായും സുഹൃത്തുക്കൾ കൂടിയാണ്. ഷാൻഹായിക്ക് പെൺകുട്ടികൾ ഇല്ലാത്തതുകൊണ്ടാണ് ഷാൻഹായി അനുജന്റെ മകളെ ഈ ഷിമിങ്ങിന്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അത്രയ്ക്ക് അടുപ്പമുണ്ടാവും തമ്മിൽ. ഷിമിങ് ഷാൻഹായിയോട് പറഞ്ഞു, ഷാൻഹായി, നമ്മള് മാർക്കിനെ ഒന്ന് പഠിച്ചാൽ ഉത്തരം കിട്ടും. ഷിമിങ്, നീ കാര്യം പറ. ഷാൻഹായി, അവൻ എന്തിനാ എന്റെ കുടുംബത്തെയും നിങ്ങളുടെ കുടുംബത്തെയും എതിർത്തത്? അത് എമിലിക്ക് വേണ്ടി. അതെ, എമിലിയാണ് അവന്റെ വിഷയം. നമുക്ക് എമിലിയെ വെച്ച് അവനെ രംഗത്തിറക്കാം. ഷിമിങ്, നീ പറയുന്നത്? ഷാൻഹായി, എന്റെ മകൻ വിൽമൗണ്ടുമായി എമിലിയുടെ വിവാഹം നിശ്ചയിക്ക്. ആ വിവരം പറഞ്ഞാൽ അവൻ ഉറപ്പായും പുറത്തിറങ്ങും. ശരിക്കും അടിപൊളി ഒരു ആശയമാണ് ഷിമിങ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹാൻ വിൽമൗണ്ടും എമിലി ബ്ലാക്കും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തിയാൽ ആ വിവരം സ്വാഭാവികമായിട്ട് മാർക്ക് ഫെല്ലർ അറിയും. വിവരം അറിഞ്ഞാൽ മാർക്ക് ഫെല്ലർക്ക് ഒരു കാരണവശാലും പൗലിൻ മാസ്റ്ററുടെ സംരക്ഷണയിൽ അവിടെ കഴിയാൻ പറ്റത്തില്ല. അവൻ പുറത്തിറങ്ങും. അതവന്റെ നേച്ചറാണ്. എമിലിയെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും മാർക്ക് ഫെല്ലർ തയ്യാറാകില്ല. അക്കാര്യം ഷിമിങ്ങിനും അതുപോലെ ഷാൻഹായിക്കും നന്നായിട്ട് അറിയാം. ഷാൻഹായി പലതവണ മാർക്ക് ഫെല്ലറുടെ മനസ്സ് മാറ്റാനായി ശ്രമിച്ചതാണ്. പക്ഷെ അപ്പോഴെല്ലാം അവൻ വ്യക്തമായി ഷാൻഹായിയോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ എമിലിയെ വിട്ടുതരില്ല. ഷാൻഹായി ചിരിച്ചുകൊണ്ട് ഷിമിങ്ങിനോട് പറഞ്ഞു, ഷിമിങ്, ഇത് കൊള്ളാം, ഇത് നടക്കും. ഷാൻഹായും ഷിമിങ്ങും ചേർന്ന് അങ്ങനെ ഒരു ആശയം അവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാർക്ക് ഫെല്ലർ സുഖ നിദ്രയിലാണ്. എങ്കിലും ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പൗലിൻ മാസ്റ്റർ പറഞ്ഞനുസരിച്ച് താൻഷി ആ ഗുളിക മാർക്കിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 36 മണിക്കൂർ കംപ്ലീറ്റ് ആയതും 36ാമത്തെ ഗുളികയും മാർക്കിന് താൻഷി കൊടുത്തു. ഈ ദിവസങ്ങളിലൊക്കെയും അനവധി എൽഡേഴ്സും മറ്റ് ആൽക്കമിസ്റ്റുകളൊക്കെ ആ ബിൽഡിങ്ങിലേക്ക് വരും. അവരൊക്കെ വന്ന് മാർക്കിനെ ഒന്ന് നോക്കി നിന്നിട്ട് പോവുകയും ചെയ്യും. സകലരുടെ മനസ്സിലും മാർക്കിന്റെയും എമിലി ബ്ലാക്കിന്റെയും കഥ അങ്ങ് പതിഞ്ഞിട്ടുണ്ട്. 3ാമത്തെ ദിവസം ഏകദേശം നേരം വെളുത്തുകയാണ്. മാർക്ക് അബോധാവസ്ഥയിലേക്ക് വീണ് 3 ദിവസം പൂർത്തീകരിച്ചതും പെട്ടെന്ന് മാർക്ക് കണ്ണു തുറക്കുന്നത്. കണ്ണു തുറക്കുമ്പോൾ മാർക്ക് കാണുന്നത് സാക്ഷാൽ താൻഷിയാണ്. കണ്ണു തുറന്ന മാർക്കിനെ താൻഷി കണ്ടു. മാർക്ക്, അങ്ങനെ താൻഷി ചോദിക്കുമ്പോഴേക്കും
വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. അകത്തേക്ക് വരുന്നത് സാക്ഷാൽ നീൽ ഫ്ലെമിംഗ് ആണ്. അകത്തേക്ക് വരുമ്പോൾ തന്നെ നീൽ ഉറക്കെ പറയുകയാണ്, താൻഷി അറിഞ്ഞ എമിലി ബ്ലാക്കും ആ വിൽബോണ്ട് തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൻ ആ മുറിക്കകത്തേക്ക് കടന്നത്. മുറിക്കകത്തേക്ക് കാലെടുത്ത് വെച്ച നീൽ അപ്പോഴാണ് കട്ടിലിൽ കണ്ണ് തുറന്നു കിടക്കുന്ന സാക്ഷാൽ മാർക്ക് ഫെല്ലറെ കാണുന്നത്. താൻ പറഞ്ഞ കാര്യം മാർക്ക് കേട്ടോ ഇല്ലയോ എന്ന് നീലിന് ഒരു സംശയമുണ്ട്. നീല് അവന്റെ കയ്യിലിരുന്ന ഫോണ് പൊറിലേക്ക് മാറ്റി പിടിച്ചിട്ട് അതിവേഗം മാർക്കിനടുത്തെത്തി. ഈ സമയത്ത് മാർക്ക് കട്ടിലിൽ ചാടി എണീറ്റു. ഏയ് നീൽ, നീ എന്താ പറഞ്ഞേ? മാർക്ക് കണ്ണുറന്നല്ലോ. സന്തോഷത്തോടെ നീൽ അങ്ങനെ പറയുമ്പോ വീണ്ടും മാർക്ക് അവരോട് ചോദിച്ചു, ഏയ് നീൽ, ആ ഫോണിതാ. മാർക്ക്, ഫോണിലൊന്നുമില്ല. നീൽ. മാർക്ക് വീണ്ടും അങ്ങനെ വിളിച്ചതും നീല് അവന്റെ കയ്യിലെ ഫോണ് മാർക്കിനെ കാണിച്ചു. അതിൽ ഒരു വാർത്തയുണ്ട്. ബ്ലാക്ക് കുടുംബത്തിലെ എമിലി ബ്ലാക്കും ഹാൻ കുടുംബത്തിലെ ഹാൻ വിൽമൗണ്ടും തമ്മിലുള്ള നിശ്ചയം കഴിഞ്ഞ വാർത്തയാണ് അതിലുള്ളത്. വരുന്ന സെപ്റ്റംബർ 9 ന്യൂ സെലസ്റ്റിൽ വെച്ച് അവരുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്നും ആ വാർത്തയിലുണ്ട്. ആ വാർത്ത വായിച്ച മാർക്ക് ശരിക്കും കട്ടിൽ നിന്ന് ചാടി എണീക്കുകയായിരുന്നു. അവൻ കാല് തറയിൽ ആഞ്ഞ് ചവിട്ടുമ്പോൾ വല്ലാത്തൊരു പ്രകമ്പനം അവിടെ ഉണ്ടാവുകയാണ്. ശരിക്കും ദേഷ്യം കൊണ്ട് ഉറയ്ക്കുന്ന മാർക്ക് ഉറക്കെ നീലോട് പറഞ്ഞു, നീൽ, ഞാൻ ഈ നിമിഷം ന്യൂ സെലസ്റ്റിലേക്ക് പോവുകയാണ്. ഇതെനിക്ക് അനുവദിക്കാനാവില്ല. അത് കേട്ടതും നീൽ ഫ്ലെമിംഗ് മാർക്കിനെ കെട്ടിപ്പിടിച്ചു. മാർക്ക്, നിക്ക്. മാർക്ക്, ഇപ്പൊ അങ്ങോട്ട് പോകരുത്. പോയാൽ മാർക്ക് നീ കൊല്ലപ്പെടും. ഏയ് നീൽ, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്കിത് അനുവദിക്കാൻ പറ്റത്തില്ല. അവന്റെ ഏക സ്വപ്നം എമിലി ബ്ലാക്കാണ്. ആ എമിലി ബ്ലാക്കിനെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് അനുവദിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും മാർക്ക് ഫെല്ലർക്ക് പറ്റില്ല. മാർക്ക് നീലിനെ പിടിച്ചു മാറ്റിയിട്ട് വാതിലിന് പുറത്തേക്ക് പോകാൻ പോയതും അവന്റെ തൊട്ടു മുന്നിലേക്ക് താൻഷി കയറി നിന്നു. താൻഷി രണ്ട് കൈയും വിടർത്തി മാർക്കിനെ തടയുകയാണ്. മാർക്ക്, ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. താൻഷി, ഞാൻ സാധാരണ സ്ത്രീകളെ തല്ലാറില്ല. നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അത് കേട്ടപ്പോൾ താൻഷി പറഞ്ഞു, മാർക്ക് എന്നെ കൊന്നാലും ഞാൻ മാർക്കിനെ വിടില്ല. താൻഷി മാറാനാ പറഞ്ഞത്. അങ്ങനെ താൻഷിയോട് പറഞ്ഞുകൊണ്ട് താൻഷിയെ ബലമായി പിടിച്ചു മാറ്റാനായി മാർക്ക് നോക്കുമ്പോഴേക്കും അകത്തേക്ക് പൗലി മാസ്റ്റർ വന്നു. ഏയ് മാർക്ക്, നീ എന്ത് ചെയ്യാൻ പോവുകയാണ്? പൗലി മാസ്റ്റർ, എനിക്ക് പോയേ പറ്റൂ. ഏയ് മാർക്ക്, നീ എന്താ പൊട്ടനാണോ? നിന്റെ ഈ ശക്തിയിൽ നീ ഇപ്പോ ന്യൂ സെലസ്റ്റ് ചെന്നാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാവോ? പൗലി മാസ്റ്റർ, എനിക്ക് എമിലി. ഏയ് മാർക്ക്, പറയുന്നത് കേൾക്ക്. നീ അവിടെ ചെന്ന് നിന്റെ ജീവൻ കളഞ്ഞു കുടിക്കാനാണോ എമിലി നിന്നോട് പറഞ്ഞത്? നിനക്ക് പറ്റുമെങ്കിൽ നീ എമിലിയെ സംരക്ഷിക്ക്. സെപ്റ്റംബർ 9 വരെ നിനക്ക് സമയമുണ്ട്. ഇനി 6 മാസം സമയമുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ നീ നിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. ആ സെപ്റ്റംബർ 9 ന്യൂ സെലസ്റ്റ് നീ ചെല്ല്. സകലരെയും കാണുകയെ നീ എമിലിയെ വിളിച്ചിറക്ക്. അതാണ്ട ഒരു ആണിന്റെ സ്വഭാവം. വളരെ വ്യക്തമായി പൗലി മാസ്റ്റർ അങ്ങനെ പറഞ്ഞതും മാർക്ക് ഒന്നും പറയാൻ പറ്റാതെ ആ കട്ടിലേക്ക് ഇരുന്നു. ശരിക്കും അവൻ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്. പൗലി മാസ്റ്റർ പറയുന്നതിനകത്ത് ഒരു വാസ്തവമുണ്ട്. കട്ടിലിരിക്കുന്ന മാർക്കിനെ നോക്കിയിട്ട് പൗലി മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇപ്പൊ ന്യൂ സെലസ്റ്റിൽ ചെന്നാൽ നിന്നെ അവർ നിഷ്കരണം കൊല്ലും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ നിന്റെ ശക്തി വർദ്ധിപ്പിക്കണം. അങ്ങനെ ശക്തി വർദ്ധിപ്പിക്കാൻ നിനക്ക് 6 മാസത്തെ സമയമുണ്ട്. പൗലി മാസ്റ്റർ അങ്ങനെ പറയുമ്പോഴേക്കും സെബാസ്റ്റ്യൻ ബ്ലാക്കും അകത്തേക്ക് വന്നു. സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പൗലി മാസ്റ്റർ പറയുന്നതാണ് ശരി. നീ നിന്റെ ശക്തി വർദ്ധിപ്പിക്കാൻ നോക്ക്. നിനക്ക് മുന്നിൽ 6 മാസം സമയമുണ്ട്. മാർക്ക്, നീ ഇതാ എന്നൊന്ന് നോക്കി. അങ്ങനെ സെബാസ്റ്റ്യൻ ബ്ലാക്ക് പറഞ്ഞപ്പോ മാർക്ക് സെബാസ്റ്റ്യൻ ബ്ലാക്കിനൊന്ന് നോക്കി. മാർക്ക്, അന്ന് ബ്ലാക്ക് കുടുംബത്തിൽ എനിക്ക് മാത്രമായിരുന്നു നിന്നെ വിശ്വാസം. ഇപ്പോ എന്നെക്കാളേറെ വിശ്വാസം എമിലിക്കുണ്ട്. എമിലി നിന്നെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം നീ തല്ലിക്കെടുത്തരുത്. എമിലിക്ക് പൂർണ്ണ വിശ്വാസമാണ് നീ അവളെ രക്ഷിക്കുമെന്ന്. മാർക്ക് ഫെല്ലറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് സെബാസ്റ്റ്യൻ ബ്ലാക്ക് അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ശരിക്കും ഒരു ധർമ്മസങ്കടത്തിലാവുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വായിച്ച ആ വാർത്ത, ആ നിമിഷത്തിൽ അവന്റെ സാന്നിധ്യം ന്യൂ സെലസ്റ്റിൽ ആവശ്യപ്പെടുന്ന ഒന്നാണ്. അവനെ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള സാക്ഷാൽ എമിലി ബ്ലാക്കിനെ വേറൊരാൾ വിവാഹ നിശ്ചയം കഴിച്ചു എന്നുള്ള വാർത്ത എങ്ങനെയാ അവന് വായിച്ചിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുക? മാർക്ക് ഫെല്ലറും സെബാസ്റ്റ്യൻ ബ്ലാക്കും തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്നും പൗലി മാസ്റ്റർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ വസതിയിലേക്ക് നീങ്ങി. നീൽ ഫ്ലെമിംഗും താനിഷിയും പൗലി മാസ്റ്റർക്കൊപ്പം ആ മുറിക്ക് പുറത്തിറങ്ങിയതും സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്കിനെ
ഒന്ന് സാന്ത്വനപ്പെടുത്തുകയാണ്. അവന്റെ ശക്തി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത സെബാസ്റ്റ്യൻ ബ്ലാക്ക് വളരെ വിശദമായിട്ട് തന്നെ മാർക്കിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അയാളൊരു ബിസിനസ് മാഗ്നറ്റ് ആണ്. എംബറർ എന്ന ബിസിനസ്സുകാർ അയാൾ വിളിക്കുന്നത് വെറുതെയല്ല. ഏകദേശം ഒരു 10-20 മിനിറ്റ് നേരം സെബാസ്റ്റ്യൻ ബ്ലാക്ക് മാർക്കിനോട് സംസാരിച്ചു കഴിഞ്ഞതും മാർക്കിന് ഒരു വല്ലാത്ത ആവേശം. മാർക്ക് പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. അവർ നേരെ നടന്നെത്തിയത് പൗലിൻ മാസ്റ്ററുടെ വസതിയിലാണ്. പൗലിൻ മാസ്റ്ററുടെ വസതിയുടെ താഴെ അവൻ എത്തുമ്പോൾ തന്നെ മുകളിൽ നിൽക്കുന്ന ആ മെഡിസിനൽ ബോയ്സ് അവനോട് പറഞ്ഞു, പൗലിൻ മാസ്റ്റർ മാർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പൗലിൻ മാസ്റ്റർക്ക് അറിയാം മാർക്ക് അവിടെ എത്തുമെന്ന്. അടുത്ത നിമിഷത്തിൽ മാർക്ക് അവിടെ നിന്ന് പൊങ്ങി മുകളിലേക്ക് വന്നു. അവൻ മുകളിലെത്തുമ്പോൾ ആ ഹാളിൽ പൗലിൻ മാസ്റ്റർ ഇല്ല. പൗലിൻ മാസ്റ്റർ അവിടെ മുറിയിലാണ്. മാർക്ക് അവിടെ മുറിയിലേക്ക് വന്നു. പൗലിൻ മാസ്റ്റർ മുറിയിലേക്ക് മാർക്ക് വരുമ്പോൾ അവർ അകത്ത് കുളിക്കുന്ന ശബ്ദം കേൾക്കാം. ഒരു ഗ്ലാസ് ഡോറിന് അപ്പുറത്ത് അവർ കുളിക്കുകയാണ്. കുളിച്ചുകൊണ്ടിരിക്കെ തന്നെ അവർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് വന്ന കാര്യം പറ. പൗലിൻ മാസ്റ്റർ എനിക്ക് ഒരു സഹായം വേണം. അങ്ങനെ മാർക്ക് പറയുമ്പോൾ പൗലിൻ മാസ്റ്റർ ചോദിച്ചു, ഏയ് മാർക്ക്, നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? പൗലിൻ മാസ്റ്റർ, എനിക്ക് കുറെ ഹെർബ്സും കുറെ ആളുകളും വേണം. മാർക്ക് അത്രയും പറയുമ്പോഴേക്കും കുളി കഴിഞ്ഞ് അവർ പുറത്തെത്തി. മാർക്ക് പറഞ്ഞ കാര്യം കേട്ട് പൗലിൻ മാസ്റ്റർ കൗതുകത്തോടെ അവനെ നോക്കി. മാർക്ക്, നീ എന്താ പറഞ്ഞു വരുന്നത്? പൗലിൻ മാസ്റ്റർ, എനിക്ക് കൂടുതൽ ശക്തി നേടണം. എൻ്റെ മുന്നിൽ കുറച്ച് സമയമേ ഉള്ളൂ. എനിക്ക് ഇവിടെയുള്ള ആളുകളുടെ സഹായത്താൽ എനിക്ക് ആവശ്യമായ വൈറ്റാലിറ്റി എൻഹാൻസ്മെന്റ് പില്ല് ഉണ്ടാക്കണം. ഒരാളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ അയാളെ സഹായിക്കുന്ന വൈറ്റാലിറ്റി എൻഹാൻസ്മെന്റ് പില്ലുണ്ടാക്കാൻ മാർക്കിന് നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഗുളിക ഉണ്ടാക്കി പ്രാക്ടീസും കൂടി ചെയ്യുക എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് സമയമെടുക്കും. മാർക്കിന്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്ത സമയമാണ്. വെറും 6 മാസമാണ് മാർക്കിന് മുന്നിലുള്ളത്. അതുകൊണ്ട് മാർക്കിന് ഗുളിക ഉണ്ടാക്കാൻ മറ്റാളുകളുടെ സഹായം വേണം. മാർക്ക് പറഞ്ഞ കാര്യം കേട്ടതും പൗലിൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അങ്ങനെ പൗലിൻ മാസ്റ്റർ പറഞ്ഞതും മാർക്ക് അവിടുന്ന് പുറത്തിറങ്ങി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതും ഫസ്റ്റ് എൽഡർ മാർക്കിന്റെ മുറിയിലേക്ക് വന്നു. മാർക്ക് വാ. ഫസ്റ്റ് എൽഡർ പെട്ടെന്ന് അകത്തേക്ക് വന്നതും മാർക്ക് ശരിക്കും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. എന്തിനാ ഫസ്റ്റ് എൽഡർ വിളിക്കണമെന്ന് അറിയാനായി മാർക്ക് ഫസ്റ്റ് എൽഡർക്കൊപ്പം പുറത്തു വരുമ്പോൾ ആ ആൽക്കെമിസ്റ്റ് പൗലിയനിലെ ഏറ്റവും പ്രമുഖരായ എൽഡേഴ്സ് എല്ലാം മാർക്കിന്റെ വസതിക്ക് മുന്നിൽ നിരന്ന് നിൽക്കുകയാണ്. മാർക്കിനെ ഏതോ പിൽസ് ഉണ്ടാക്കാനായി സഹായിക്കണമെന്ന് പൗലിൻ മാസ്റ്റർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരിക്കും മാർക്കിന് ആ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ വല്ലാത്തൊരു അതിശയവും അത്ഭുതവും സന്തോഷമൊക്കെ ഉണ്ടാവുകയാണ്. മാർക്ക് ഉടനെ ഒരു പേപ്പർ എടുത്ത് ഒരു മരുന്നിന്റെ കുറിപ്പടി എഴുതി തുടങ്ങി. മാർക്ക് ആ കുറിപ്പടി എഴുതുന്ന കണ്ടതും ആ എൽഡേഴ്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനാണ്. ഞങ്ങളൊക്കെ ഇവിടുത്തെ എൽഡേഴ്സുമാണ്. ഞങ്ങളൊക്കെ സീനിയർ ആൽക്കെമിസ്റ്റുകളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് പിൽസിന്റെ കുറിപ്പടി വേണ്ടെന്നാണ്. മാർക്ക് ഏത് മരുന്നാണ് വേണ്ടതെന്ന് പറയൂ, അത് ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. അപ്പോഴാണ് മാർക്ക് അത് ശരിക്കും ആലോചിക്കുന്നത്. അവൻ നിൽക്കുന്നത് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനിലാണ്. അവിടുത്തെ സീനിയേഴ്സാണ് ആ നിരന്ന് നിൽക്കുന്നത്. മാർക്ക് ഉടൻ അവരോട് പറഞ്ഞു, എനിക്ക് വേണ്ടത് വൈറ്റാലിറ്റി എൻഹാൻസ്മെന്റ് പില്ലാണ്. ഒരാളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ഗുളിക രൂപത്തിൽ ഉണ്ടാക്കാനാണ് മാർക്കിന് അവരുടെ സഹായം വേണ്ടത്. മാർക്ക് അക്കാര്യം പറഞ്ഞതും അവർ ചിരിച്ചു. മാർക്ക്, ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങാം. ആ എൻറ്റയർ ടീമും ഗുളിക ഉണ്ടാക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നതും ഫസ്റ്റ് എൽഡർ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിയനിലെ പൗലിൻ മാസ്റ്ററുടെ മുന്നിലെത്തി. ഫസ്റ്റ് എൽഡർ പൗലിൻ മാസ്റ്ററോട് പറഞ്ഞു, പൗലിൻ മാസ്റ്റർ, ഇവിടെ എല്ലാവരും മാർക്കിന് ആവശ്യമായ വൈറ്റാലിറ്റി എൻഹാൻസ്മെന്റ് പില്ല് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ നമുക്ക് പറ്റാതെ വരും. നമുക്ക് ഒരുപാട് ഓർഡർ ഉണ്ട്. ഫസ്റ്റ് എൽഡർ അങ്ങനെ പറഞ്ഞതും പൗലിൻ മാസ്റ്റർ ഫസ്റ്റ് എൽഡറോട് പറഞ്ഞു, ഓക്കെ, ആ ഓർഡർ എല്ലാം ക്യാൻസൽ ചെയ്തേക്ക്. അടുത്ത 6 മാസത്തേക്ക് പുതിയ ഓർഡർ എടുക്കുകയും വേണ്ട. പൗലിൻ മാസ്റ്റർ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഓർഡറാണ് പൗലിൻ മാസ്റ്റർ ആ നിമിഷത്തിൽ കൊടുക്കുന്നത്. നിലവിൽ അവിടെയുള്ള എല്ലാ ഓർഡറും അവർ ക്യാൻസൽ ചെയ്യുകയാണ്. പുതിയ ഓർഡർ എടുക്കുന്നുമില്ല. രാജ്യത്തെമ്പാടുമുള്ള ആളുകൾ, പ്രത്യേകിച്ചും എലൈറ്റുകളായിട്ടുള്ള ആളുകൾ, മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നവർ, അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ, അവരൊക്കെയും ഈ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൽ നിന്ന് മരുന്ന് വാങ്ങുന്നത്. അവർക്ക് കൊടുക്കുന്ന ഓർഡർ അനുസരിച്ച് മരുന്നുണ്ടാക്കലാണ് യഥാർത്ഥത്തിൽ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിയിലെ ആ എൽഡേഴ്സിന്റെ ചുമതല തന്നെ. ആ ഓർഡറുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്യാനാണ് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിന് വേണ്ടി പൗലിൻ മാസ്റ്റർ പറഞ്ഞത്. പൗലിൻ മാസ്റ്റർ പറഞ്ഞ കാര്യം ഫസ്റ്റ് എൽഡർ അതുപോലെ നടപ്പിലാക്കുകയാണ്. ഇതേ സമയത്ത് ആ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനിലെ വിവിധ സ്ഥലങ്ങളിലായി
ഫർണസുകൾ ഒരേ നിമിഷം ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. സകലരുടെ കയ്യിലും ഡിവൈൻ ഫ്ലെയിമുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിവേഗമാണ് വൈറ്റാലിറ്റി എൻഹാൻസ്മെന്റ് പില്ല് ഉണ്ടാക്കി തുടങ്ങിയത്. മാർക്ക് ഫെല്ലർ അവന്റെ വസതിയിൽ അങ്ങനെ കാല് ചമർപണിഞ്ഞിരിക്കുകയാണ്. മാർക്കിന്റെ മുന്നിലേക്ക് വരുന്ന വൈറ്റാലിറ്റി എൻഹാൻസ്മെന്റ് പില്ല് മാർക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. മാർക്ക് ഫെല്ലർ മൊണാസ്റ്റിക് സ്റ്റേജിലെ സെക്കൻഡ് ലെവലിൽ നിന്ന് തേർഡ് ലെവലിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ദിവസങ്ങൾ അതിവേഗം ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ 15ാമത്തെ ദിവസമായപ്പോൾ മാർക്ക് ഫെല്ലർ 6th ലെവലിലെത്തി. ശരിക്കും അതിവേഗതയിലുള്ള മാർക്കിന്റെ ആ വളർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈ സംഭവങ്ങൾ സ്വാഭാവികമായും പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളും വ്യക്തികളും കുടുംബങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെയുള്ള മരുന്നാണ് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ വാർത്ത സ്വാഭാവികമായിട്ടും ന്യൂ സെലസ്ട്രൽ ഹാൻ ഷിമിങ്ങും ഷാൻഖായിയും അറിഞ്ഞു. ഷിമിങ്ങും ഷാൻഖായിയും വിൽമൗണ്ടും ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് ഈ വാർത്ത അവരറിയുന്നത്. ഷിമിങ് ഷാൻഖായിയോട് പറഞ്ഞു, ഷാൻഖായി, ഈ വാർത്തയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഷാൻഖായിയും ആ വാർത്ത കേട്ടിരുന്നു. ഷാൻഖായി പെട്ടെന്ന് ഷിമിങ്ങിനോട് പറഞ്ഞു, ഷിമിങ്, എനിക്ക് ഈ വാർത്തയും മാർക്ക് ഫെല്ലറും തമ്മിൽ ഒരു ബന്ധം കാണാൻ കഴിയുകയാണ്. മാർക്ക് ഫെല്ലറുമായിട്ട് ബന്ധം? അതെ, മാർക്ക് ഫെല്ലർക്ക് ശക്തി ഉണ്ടാക്കാൻ വേണ്ടി ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിൻ അവരുടെ എല്ലാ കഴിവും ഉപയോഗിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന വിൽമോണ്ട് പറഞ്ഞു, അങ്കിൾ, അതൊന്നും ആലോചിച്ച് അങ്കിൾ ടെൻഷൻ അടിക്കണ്ട. അവനെ ഒറ്റയടിക്ക് ഞാൻ തീർക്കും. ഏയ് വിൽമൗണ്ട്, മാർക്കിന്റെ കാര്യത്തിൽ അങ്ങനെ അങ്ങ് തീരുമാനിക്കണ്ട. ഞാൻ അവനെ ശരിക്കും സൂക്ഷ്മമായി നിരീക്ഷിച്ചവനാണ്. അവൻ എനിക്കൊരു എതിരാളി അല്ലെങ്കിലും നിന്റെ കാര്യം അങ്ങനെയല്ല. നീ ശക്തി നേടിയില്ലെങ്കിൽ ചിലപ്പോൾ നീ പരാജയപ്പെട്ടേക്കും. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഷാൻഖായി അപ്പോൾ പറഞ്ഞത്. ഷാൻഖായി പറഞ്ഞത് കേട്ടതും വിൽമൗണ്ട് ഷാൻഖായിയോട് പറഞ്ഞു, അങ്കിൾ, ഞാനും അങ്ങനെയാണെങ്കിൽ സെക്ലൂഷനിലേക്ക് പോവുകയാണ്. ഒരു കാരണവശാലും എന്നെ തോൽപ്പിക്കാൻ മാർക്കിന് ഞാൻ അവസരം ഉണ്ടാക്കില്ല. മാർക്ക് ഫെല്ലറെ നേരിടാനായി ഏകാന്ത ധ്യാനത്തിലേക്കും പ്രാക്ടീസിലേക്കും ഹാൻ വിൽമൗണ്ട് കടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ്. വൈറ്റാലിറ്റി എൻഹാൻസ്മെന്റ് പില്ല് ഇഷ്ടംപോലെ കഴിച്ച മാർക്കിന്റെ ശരീരത്തിൽ സ്പിരിച്വൽ എനർജി അങ്ങ് നിറഞ്ഞു എന്ന് പറയാം. സ്പിരിച്വൽ എനർജി സകല സ്ഥലത്തും നിറഞ്ഞപ്പോൾ അവന്റെ ഡാൻറ്റീൻ ഏതാണ്ട് പൊട്ടുമെന്നുള്ള അവസ്ഥയാണ്. മാർക്ക് വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ശരിക്കും ഞെട്ടി എണീറ്റതും അപ്പോഴാണ്. മാർക്ക് ശരിക്കും അസ്വസ്ഥനാണ്. അവന്റെ ശരീരത്തിൽ ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉണ്ട്. പക്ഷെ അവന് 6th ലെവല് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ അതിവേഗം അവന്റെ വസ്തുവിൽ നിന്ന് പൗലിൻ മാസ്റ്ററുടെ വസ്തുവിലെത്തി. പൗലിൻ മാസ്റ്റർ ശരിക്കും മാർക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്കിനെ കണ്ടതും പൗലിൻ മാസ്റ്റർ ചോദിച്ചു, എന്താ മാർക്ക്, ബ്രേക്കിംഗ് പറ്റുന്നില്ല അല്ലേ? അതേ പൗലിൻ മാസ്റ്റർ, ശരിക്കും ഞാൻ 6th ലെവലിൽ സ്ട്രക്കായി നിൽക്കുകയാണ്. മാർക്ക്, നിനക്ക് ആ ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഒരു മാർഗമുണ്ട്. അത് മെറിഡിയൻ സർക്കുലേഷൻ മെത്തേഡാണ്. പൗലിൻ മാസ്റ്റർ എന്നെ ഒന്ന് പഠിപ്പിക്കൂ. ഏയ് മാർക്ക്, അത് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിന് വേറൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടേക്ക് പോവാം. പൗലിൻ മാസ്റ്റർ അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് മാർക്ക് അവന്റെ കഴുത്തിൽ ഒന്ന് തൊട്ടു. ശരിക്കും എന്തോ തകരുമ്പോഴുള്ള ശബ്ദം കേട്ടാണ് മാർക്ക് കഴുത്തിൽ നിന്ന് കൈവയ്ക്കുന്നത്. അവന്റെ കൈയിലേക്ക് അവന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന ഒരു ചെറിയ മാലയുടെ അറ്റത്തുള്ള ഒരു മുത്ത് അടർന്നു വീഴുന്നതാണ് മാർക്ക് കണ്ടത്. ആ മുത്ത് അടർന്നു വീഴുന്ന കണ്ട മാർക്ക് അമ്പരപ്പോടെ ആ മുത്തിലേക്ക് നോക്കി. മാർക്കിന്റെ മുഖഭാവം കണ്ട പൗലിൻ മാസ്റ്റർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്തു പറ്റി? പൗലിൻ മാസ്റ്റർ, എനിക്ക് ഇപ്പോൾ ന്യൂ സെലസ്റ്റിൽ പോകണം. മാർക്ക്, നീ കാര്യം പറ. പൗലിൻ മാസ്റ്റർ, എമിലിക്ക് എന്തോ സംഭവിച്ചു. എമിലിക്ക് എന്തോ സംഭവിച്ചെന്നോ? അത് എനിക്കെങ്ങനെ മനസ്സിലായി? പൗലിൻ മാസ്റ്റർ, ഞാനൊരു മുത്ത് ഉണ്ടാക്കിയിരുന്നു. മുത്തിന്റെ ഒരു ഭാഗം എൻ്റെ മാലയിൽ കോർത്തിട്ടുണ്ട്, മറുഭാഗം എമിലിയിലാണ്. എമിലിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ നിമിഷം എനിക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. എമിലിക്ക് എന്തോ സംഭവിച്ചു. ശരിക്കും കരഞ്ഞുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞത്. അതിനുശേഷം മാർക്ക് പൗലിൻ മാസ്റ്ററോട് പറഞ്ഞു, പൗലിൻ മാസ്റ്റർ, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് ഉടനെ ന്യൂ സെലസ്റ്റിൽ പോകണം. അത് കേട്ടതും പൗലിൻ മാസ്റ്റർ പറഞ്ഞു, ഏയ് മാർക്ക്, തൽക്കാലം നീ പോണ്ട, നിനക്ക് പകരം ഞാൻ പോകാം. ബ്ലാക്ക് കുടുംബത്തിലേക്ക് നീ ഇപ്പൊ ചെന്നാൽ അത് ശരിയാകില്ല. പൗലിൻ മാസ്റ്റർ, അങ്ങ്
ഏയ് മാർക്ക്, നീ ഭയപ്പെടേണ്ട, എന്നെ അവരൊന്നും ചെയ്യില്ല. ഞാൻ ഇപ്പോൾ തന്നെ ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോവുകയാണ്. ആ നിമിഷത്തിൽ തന്നെ പൗലിൻ പാസ്റ്റർ റെഡിയായി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ നിമിഷത്തിൽ ബ്ലാക്ക് കുടുംബത്തിൽ എമിലി ബ്ലാക്ക് ഒരു കിടക്കയിൽ നിശ്ചലായി കിടക്കുകയാണ്. അവളുടെ അവസ്ഥ വല്ലാതെ പരിതാപകരമാണ്. അവൾ ചികിത്സിക്കാനായി അനവധി ആളുകളെ ഷാൻഹായി അവിടെ എത്തിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ആർക്കും എമിലിയുടെ അസുഖം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എമിലി ബ്ലാക്ക് വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ജീവനും മരണത്തിനുമിടയിലുള്ള എമിലിയുടെ ആ അവസ്ഥ സ്വാഭാവികമായും വല്ലാത്തൊരു ടെൻഷൻ ഇവിടെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിലുള്ള മാർക്കിൽ ഉണ്ടാക്കുന്നുണ്ട്. മാർക്കിനും എമിലിക്കും ഇടയിൽ സാക്ഷാൽ പൗലിൻ മാസ്റ്റർ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിൽ നിന്ന് ആ ബ്ലാക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.